ഒരു ആണ്ടിൻ്റെ അറുതിക്ക് ശേഷം പുതിയൊരു ആണ്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചു. പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളുമൊക്കെ ആയി ദൈവസന്നിധിയിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. ഒന്നാം ദിവസത്തെ പ്രസംഗം നമ്മൾ കേട്ടു, അത് ഞാനും കേട്ടു. ഏലിയാവിനെ കുറിച്ചായിരുന്നു അല്ലേ? അച്ഛൻ എനിക്ക് ലിങ്കൊക്കെ അയച്ചു തന്നു. അച്ഛൻ പ്രസംഗിക്കുമ്പോൾ സൂക്ഷിച്ചോണമെന്നുള്ള മുന്നറിയിപ്പായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഞാനത് കേട്ടു. ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ മനോഹരമായി ഏലിയാവിൻ്റെ ജീവിതത്തിൽ നിന്ന് ദർശനങ്ങളുടെ വഴി സഞ്ചരിക്കുന്ന വിധങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായി അച്ഛൻ പ്രതിപാദിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇന്ന് വീണ്ടും വായിച്ചപ്പോൾ ഏലിയാവിൻ്റെ കഥ വന്നപ്പോൾ നമുക്ക് ചിലർക്കെങ്കിലുമൊക്കെ നെറ്റി ചുളിഞ്ഞിട്ടുണ്ടാകും എന്നെനിക്ക് വിചാരമുണ്ട്. നമ്മൾ അച്ഛൻ പോയ വഴിയുടെ മറുവഴിയിലൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആശങ്ക വേണ്ട എന്നാണ് എൻ്റെ വിചാരം. പിന്നെ വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളേ ഉള്ളൂ, അതിലത്രയും വാക്യങ്ങളേ ഉള്ളൂ. തിരിച്ചും മറിച്ചും നമ്മൾ പറയുന്നത് ഈ വേദപുസ്തകത്തെക്കുറിച്ച് തന്നെയാണ്. പക്ഷെ ഓരോ ദിവസവും ദൈവത്തിന് പറയാൻ ചിലതുണ്ടാവും. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന് പറയാൻ ചിലതൊക്കെ ഉണ്ട്. അതാണ് ഇന്നത്തെ ധ്യാനം. ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. നമ്മളിന്ന് വായിച്ചു കേട്ട വേദഭാഗം നമുക്കെല്ലാവർക്കും നല്ലതുപോലെ പരിചയമുള്ള ഭാഗമാണ്. അതിൽ 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1 മുതൽ 10 വരെയാണ് നമ്മൾ വായിച്ചത്. അതിൽ 1-ാമത്തെ വാക്യം ഞാനൊരു പ്രാവശ്യം കൂടെ വായിക്കാം. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ളതിൽ 1-ാമത്തെ വാക്യം. എന്നാൽ ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തൊണ്ടകളും ശബ്ദിക്കട്ടെ, എല്ലാ നാവുകളും ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കാൻ നമുക്ക് കാരണങ്ങളുണ്ട്, സ്തോത്രം പറയാൻ നമുക്ക് കാരണങ്ങളുണ്ട്. ഹല്ലേലൂയ. 2025 നിന്ന് 2026 പ്രവേശിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കാരണങ്ങളുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദേവാലയം സ്തുതികൾ കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ. നമ്മുടെ അന്തരംഗങ്ങൾ തമ്പുരാനോടുള്ള നന്ദി കൊണ്ട് നിറയട്ടെ. അത് ദൈവത്തിന് പ്രസാദമാകുന്ന യാഗമായി തീരട്ടെ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, നല്ല കർത്താവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുകൃപ നിമിത്തം ഞങ്ങൾക്ക് ഇന്ന് ദേവാലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളോട് കാരുണ്യം ചെയ്ത വിധങ്ങൾക്കായിട്ട് സ്തോത്രം. ഇന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിക്കുകയും നടത്തുകയും ഇരുത്തുകയും ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തുവല്ലോ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ നിമിഷവും നിന്റെ വലിയ ദാനമാണെന്നറിഞ്ഞ് നന്ദിയുള്ളവരായി അത് അനുഭവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. ഇന്ന് രാത്രിയിൽ വചനത്തിന്റെ കീഴിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ ആക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ പ്രകാശിപ്പിക്കണമേ. ഈ ലോകത്തിൽ ശക്തിയോടെ ജീവിപ്പാൻ, ഈ ലോകത്തിൽ ഭക്തിയോടെ ജീവിപ്പാൻ, തിരുകൃപയിൽ സാക്ഷികളായി ജീവിപ്പാൻ ഇതുമൂലം ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇതിന്റെ ശബ്ദപരിധിയിലുള്ളവരെല്ലാം വാഴ്ത്തണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. നിരന്തരം നിന്നെ സ്തുതിപ്പാനും എല്ലായ്പ്പോഴും നിന്നോട് പ്രാർത്ഥിപ്പാനും ഞങ്ങൾക്ക് ബലം തരണമേ. യേശു മശിഹാ മൂലമുള്ള പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കഥയൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. ഈ ഭാഗം നമ്മൾ ധാരാളം തവണ വായിച്ചിട്ടുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ പേര് ഏലിയാവെന്നാണ്. ആഹാബ് എന്ന് പറയുന്നൊരു കഥാപാത്രം അവിടെ ഉണ്ട്. ദേശത്തോട് പറഞ്ഞ സന്ദേശവും അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്തിന് മഴയും മഞ്ഞും ഉണ്ടാവുകയില്ല. ഈ ആണ്ടുകളിൽ ഇനി മഞ്ഞുണ്ടാവില്ല, ഇനി ഈ ആണ്ടുകളിൽ മഴയുണ്ടാകില്ല. എന്താണ് ഇത് പറയാനുള്ള പശ്ചാത്തലം? ഇതൊക്കെ ഒന്ന് പരാമർശിച്ചു പോകുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ വിചാരം. നോക്കൂ, ഇസ്രായേൽ ജനത ദൈവം തമ്പുരാന്റെ വാഗ്ദത്ത പ്രകാരം ഒരു മഹായാത്ര നടത്തി. ആ യാത്ര അടിമ വീടായിരുന്ന മിസ്രൈമിൽ നിന്നായിരുന്നു. അങ്ങനെ മിസ്രൈമിൽ നിന്ന് യാത്ര ചെയ്ത് പുറപ്പെട്ടു വന്ന ഈ ജനതയെ ദൈവം തമ്പുരാൻ ഉള്ളംകൈയിൽ വഹിച്ചുവെന്നാണ് വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉള്ളംകൈയിൽ വഹിക്കപ്പെടുകയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കപ്പെടുകയും ചെയ്ത ജനം മരുഭൂമിയും കടലും കാടുമൊക്കെ താണ്ടി ഈ പറയുന്ന ഹനാനിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്കൊരു പ്രതിസന്ധി ഉണ്ടായി. എന്താണ് പ്രതിസന്ധി? ദൈവസന്നിധിയിൽ നടന്നുകൊണ്ടിരുന്ന ജനം ദൈവസന്നിധിയിൽ നിന്ന് വഴുതിപ്പോകാനിടയായി. ദൈവസന്നിധിയിൽ നടന്നുകൊണ്ടിരുന്ന ജനം ദൈവസന്നിധിയിൽ നിന്ന് വഴുതിപ്പോകാനിടയായി. അങ്ങനെ വഴുതിപ്പോയ ജനതയെ തിരിച്ചുപിടിക്കാൻ കാലാകാലങ്ങളിൽ ദൈവം തമ്പുരാൻ ചില ഉപകരണങ്ങളെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഉപകരണമായിരുന്നു ഏലിയാവ് എന്ന് പറയുന്ന ദൈവപുരുഷൻ. ഈ അധ്യായത്തിന് തൊട്ടുമുമ്പുള്ള അധ്യായം
16-ാമത്തെ അധ്യായമൊക്കെ നമ്മൾ വായിച്ചാൽ അവിടെ ഒരു മനുഷ്യനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മനുഷ്യന്റെ പേര് ഒമ്രി എന്നാണ്. ഒമ്രി എന്നാണ് ആ മനുഷ്യന്റെ പേര്. ഒമ്രിയെ കുറിച്ച് വേദപുസ്തകം എഴുതിയിരിക്കുന്നത് വളരെ രസകരമായിട്ടാണ്. കൗതുകം നിറയുന്ന പരാക്രമത്തെ കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഒമ്രിയെ കുറിച്ച് നമുക്കും പറയാനായിട്ട് കഴിയും. ഷെമേർ എന്ന് പറയുന്ന ഒരു മനുഷ്യനിൽ നിന്ന് അങ്ങനെ ഒരു സ്ഥലം, ഒരു മൊട്ടക്കൊന്ന് വിലയ്ക്ക് വാങ്ങി ആ മൊട്ടക്കൊന്ന് ഒരു പട്ടണമാക്കി പണിതെടുത്ത് ആ പണിതെടുത്ത പട്ടണത്തിന് ശമരിയ എന്ന് പേരിട്ട മനുഷ്യനാണ് ഒമ്രി. അങ്ങനെയാണ് ശമരിയ ഒക്കെ ഉണ്ടാവുന്നത്. ആ ഒമ്രിയെ കുറിച്ച് വേദപുസ്തകം പറയുന്ന ഒരു മഹാദോഷമുണ്ട്. എന്താണെന്നറിയാമോ? ദോഷം ദൈവത്തിൽ നിന്ന് അകന്നുപോയവൻ, ദൈവത്തിന് അനിഷ്ടമായി പ്രവർത്തിച്ചവൻ, ദൈവം പറഞ്ഞ വചനത്തിൽ നിന്ന് മാറിപ്പോയവൻ, അദൈവങ്ങളെയും മറ്റു ദൈവങ്ങളെയും ആരാധിച്ച് ഇസ്രായേലിനെ യഹോവയായ ദൈവത്തിൽ നിന്ന് മാറ്റി നിർത്തിയവനാണ് ഒമ്രി എന്ന് പറയുന്ന ഈ രാജാവ്. ഈ രാജാവിന്റെ പിന്തുടർച്ചക്കാരനായി അവന്റെ മകനായി വന്നവനാണ് ആഹാബ്. ആഹാബ് പ്രതാപശാലിയായിട്ടുള്ള രാജാവാണ്. ആഹാബിന്റെ ഭാര്യ ആരാ? ഇസബൽ. ആഹാബിന്റെ ഭാര്യയായിരിക്കുന്ന ഇസബൽ ഉഗ്രപ്രതാപിയായിട്ടുള്ള രാജ്ഞിയാണ്. പ്രതാപിയായിട്ടുള്ള രാജാവും ഉഗ്രപ്രതാപിയായിട്ടുള്ള രാജ്ഞിയും ഒന്നിച്ചു നിന്ന് ഇസ്രായേൽ ജനതയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. എന്നാൽ സംഭവിക്കുന്നത് എന്താ? പിതാവിനേക്കാൾ ഹീനമായി ദൈവമായ യഹോവയിൽ നിന്ന് ജനതയെ അകറ്റിക്കൊണ്ടുപോയ ദുഷ്ടനായ രാജാവായി ആഹാബ് മാറി. ദൈവം തമ്പുരാന്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്നില്ല, ദൈവത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നില്ല, ദൈവത്തിന്റെ ആരാധന, യഹോവയായ ദൈവത്തിന്റെ ആരാധന നടക്കുന്നില്ല. അവൻ ബാലിന്റെ പുറകെയാണ്, അവൻ അധേര പുരോഹിതന്മാരുടെ പുറകെയാണ്, അവൻ ദേവിമാരുടെ പുറകെയാണ്. അദൈവങ്ങൾ ഒരുപാട് വന്ന് ഇസ്രായേൽ ജനതയെ ഭരിച്ചു കഴിഞ്ഞപ്പോൾ ജനം യഹോവയെ മറക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ യഹോവയെ ദൈവമായ യഹോവയെ ഈ ജനം മറന്നു തുടങ്ങിയപ്പോൾ ദൈവം ഒരു പുരുഷനെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ എഴുന്നേറ്റ് വന്ന പുരുഷന്റെ പേരാണ് ഏലിയാവ്. ഹല്ലേലൂയ. ഏലിയാവ് ഇപ്പോൾ ഒരു തീർത്ഥാടനം നടത്തുകയാണ്. എന്താ തീർത്ഥാടനം? എങ്ങോട്ടാണ് തീർത്ഥാടനം? ഈ തീർത്ഥാടനം ദൈവം പറഞ്ഞ തീർത്ഥാടനമാണ്. തീർത്ഥാടനം നടക്കുന്നത് ആഹാബിന്റെ കൊട്ടാരത്തിലേക്കാണ്. ആഹാബിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് നടന്നു പോകുമ്പോൾ ഈ ഏലിയാവിന് നല്ല ഉറപ്പുണ്ട്. പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കും. പറയാനുള്ള കാര്യം എന്താണ്? അതാണ് ഇവിടെ വന്ന് പറയുന്നത്. ഈ ആണ്ടുകളിൽ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് രാജാവിന് കുളിയുമില്ല കുടിയുമില്ല. ശരിയല്ലേ? രാജാവിന് കുളിയുമില്ല കുടിയുമില്ല. നിന്റെ ശീലങ്ങളും മാറാൻ പോകുന്നു, നിന്റെ ജീവിതങ്ങളും മാറാൻ പോകുന്നു, നിന്റെ രാജ്യത്തിന് മഹാക്ഷാമം വരാനായിട്ട് പോകുന്നു. ഈ രാജാവിന്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ തക്കവണ്ണം ഈ പറയുന്ന ആഹാബിന്റെ മുഖത്ത് നോക്കി ഇത് പറയുവാൻ തക്കവണ്ണം ഏലിയാവിന് നല്ല ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അവനെ കുറിച്ച് ദൈവപുരുഷൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവപുരുഷനായിരിക്കുന്ന ഏലിയാവിന് കൊട്ടാരത്തിലേക്ക് കയറി പോകുമ്പോൾ പറയാനുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, നല്ല ഉറപ്പുണ്ട്. പക്ഷേ മറ്റൊരു കാര്യത്തിൽ ഒരു ചെറിയ ഉറപ്പ് കുറവുണ്ട്. എന്താ ഉറപ്പ് കുറവെന്നറിയാമോ? ഉഗ്രപ്രതാപികളായി വാടുന്ന രാജാവിന്റെയും രാജ്ഞിയുടെയും മുമ്പിൽ ചെന്നുകൊണ്ട് അവന്റെ മുഖത്ത് നോക്കി അഹിതമായിട്ടുള്ളത്, രാജാവിന് അഹിതമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് തിരിച്ചു പോരുമ്പോൾ കഴുത്തിന് മീതെ തലയുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ അത്രത്തോളം ഉറപ്പൊന്നുമില്ല. എന്നാലും പേടിയില്ലാത്തവനാണ് ദൈവവൈതൽ. ഹല്ലേലൂയ. കാലത്തിന് നേരെ സംസാരിക്കുമ്പോൾ, കാലത്തിന് മീതെ സംസാരിക്കുമ്പോൾ, കാലത്തോട് സംസാരിക്കുമ്പോൾ ദൈവവൈതലിന് പേടിയുണ്ടാവാൻ പാടില്ല. ഹല്ലേലൂയ. അരുതായ്മകളെ കാണുമ്പോൾ അരുത് എന്ന് പറയാനും, തെറ്റുകളെ കാണുമ്പോൾ തെറ്റെന്ന് പറയാനും, ശരിയല്ലായ്മകളെ കാണുമ്പോൾ ശരി വഴി പറഞ്ഞു കൊടുക്കാനും. ഹല്ലേലൂയ. ദൈവം തമ്മിൽ എഴുന്നേൽപ്പിച്ച പുരുഷനാണ് ഏലിയാവെങ്കിൽ അവന് ഭയമില്ല. അവൻ നടന്നു വരുന്നത് ദൈവത്തിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ. ഏലിയാവ് ഇപ്പോൾ ഈ കൊട്ടാരത്തിന്റെ ഉള്ളിൽ കടന്നിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ രാജ്യത്ത് പ്രതിസന്ധി ഉണ്ടാവാൻ പോവുകയാണ്, നിനക്ക് പ്രശ്നമുണ്ടാകാൻ പോവുകയാണ്. നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. നിനക്കാകെ വരാൻ പോകുന്നത് വലിയ പ്രതിസന്ധികളാണ്. അവന്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞെങ്കിൽ രണ്ടാമത് അവൻ നോക്കിയത് എങ്ങോട്ടായിരിക്കുമെന്ന് ദൈവവേദം എന്ന് പറഞ്ഞേ. രണ്ടാമത് അവൻ നോക്കുന്നത് ഉയരങ്ങളിലേക്കാണ്. വന്നു കയറിയപ്പോൾ പറയാനുള്ള ഊർജം തന്ന ദൈവം ഇനി തിരിച്ചു പോകാൻ കാക്കണം, അല്ലെങ്കിൽ തലയുണ്ടാവില്ല. ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ അവനെ കൈവിട്ടു എന്ന് നമ്മൾ കാണുന്നില്ല. കോപാകുലനായിരിക്കുന്ന ആഹാബ് അപ്പോൾ തന്നെ അവനെ പിടിച്ച് തലവെട്ടിയെന്ന് നമ്മൾ വായിക്കുന്നില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അവൻ രാജാവിന്റെ മുഖത്തേക്ക് നോക്കി കാര്യം പറഞ്ഞു. അതിനുശേഷം ദൈവമുഖത്തേക്ക് നോക്കി കാര്യം ചോദിച്ചു. ഇനി എന്താണ് വേണ്ടത്? ഇനി എന്താണ് വേണ്ടത്? അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല, എന്നാൽ അങ്ങനെയാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചു? ഇത് പറഞ്ഞതിന് ശേഷം ദൈവം തമ്പുരാന്റെ അരുളപ്പാട് ഈ സന്നിഗ്ധ ഘട്ടത്തിൽ അവന് നേരെ ഉണ്ടായി. നീ പുറപ്പെടുക, നീ പുറപ്പെടുക. നീ പുറപ്പെട്ട് അങ്ങോട്ട് പോകണം. കെരീത്ത് എന്ന് പറയുന്ന തോട്ടിന്റെ അരികിലേക്ക് പോകണം. കെരീത്ത് എന്ന് പറയുന്ന തോട്ടിന്റെ അരികിലേക്ക് നീ ചെന്ന് അവിടെ വെച്ച് എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറയും. ഹല്ലേലൂയ. അങ്ങനെ ഏലിയാവ് സഞ്ചരിച്ചു വന്ന് നിൽക്കുന്ന തോടിന്റെ കരയുടെ പേരാണ് കെരീത്ത്. നമ്മളതാണ് വായിച്ചത്. ഈ മനുഷ്യൻ ഇപ്പൊ ഈ കെരീത്ത് തോട്ടിന്റെ കരയിൽ വന്ന് നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവവൈതലേ, ഈ കെരീത്ത് തോട്ടിന്റെ കരയിൽ നിൽക്കുമ്പോൾ
ഈ കെരീത്ത് തോട്ടിന്റെ കരയിൽ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ കെരീത്ത് തോടും ഏലിയാവിന്റെ ജീവിതവും നമ്മളോട് പറയുന്ന 3 ധ്യാനങ്ങളുണ്ട്. ഈ 3 ധ്യാനങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. 3 കാര്യങ്ങൾ. ഒന്ന്, ഈ കെരീത്ത് തോട് എന്താണ്? ഏലിയാവിന്റെ ജീവിതത്തെ നോക്കി നമ്മൾ പഠിച്ചാൽ കെരീത്ത് തോട് എന്താണ്? ദിസ് ഈസ് ദ സ്ട്രീം ഓഫ് കെയർ. ദിസ് ഈസ് ദ സ്ട്രീം ഓഫ് കെയർ. ഇത് ദൈവ കരുതലിന്റെ തോട്ടിൻകരയാണ്. ഇത് ദൈവ കരുതലിന്റെ തോട്ടിൻകരയാണ്. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ മറന്നു പോവുമോ? കുഞ്ഞുമക്കളൊക്കെ ഒന്ന് പറഞ്ഞേ, എന്താ അച്ഛൻ പറഞ്ഞേ? ദിസ് ഈസ് ദ സ്ട്രീം ഓഫ് കെയർ. എന്താണ്? ഇനി എന്നേലും ഞാൻ ഈ പള്ളി വന്നാൽ ഞാനിത് ചോദിക്കും കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോണേ. എന്താണ്? ഞാൻ ഈ പാരലൽ കോളേജിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ പറയാനേ അറിയത്തുള്ളൂ. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോണം. ദിസ് ഈസ് ദ സ്ട്രീം ഓഫ് കെയർ. ഇത് ദൈവ കരുതലിന്റെ തോട്ടിൻകരയാണ്. ദൈവ കരുതലിന്റെ തോട്ടിൻകര. ദൈവം തമ്പുരാൻ എങ്ങനെയാണ് ഏലിയാവിനെ ഈ തോട്ടിൻകരയിൽ കരുതിയത്? നമ്മളതൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. വേദപുസ്തകത്തിന്റെ പുറകിൽ കുറെ മാപ്പുകളുണ്ട്, കുറെ ഭൂപടങ്ങൾ. കണ്ടിട്ടുണ്ടോ? അതെന്തിനാ അവിടെ വെച്ചിരിക്കണേ? വേദപുസ്തകത്തിൽ പേജ് കൂടിപ്പോയപ്പോൾ ഇരിക്കട്ടെ ഒരു പടം എന്ന് വിചാരിച്ച് അച്ചടിച്ചതാണോ? അല്ല, നമ്മൾ പഠിക്കാൻ വേണ്ടി അച്ചടിച്ചിട്ടുള്ളതാണ്. നോക്കൂ, എപ്പോഴെങ്കിലും വീട്ടിൽ പോയിട്ട് അതൊന്ന് നോക്കണം കേട്ടോ. ഇസ്രായേലിന്റെ അല്ലെങ്കിൽ കനാന്റെ ദേശത്തിന്റെ ഒക്കെ പടങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഈ കെരീത്ത് എവിടാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കെരീത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന രാജ്യത്തിന്റെ പുറത്തുള്ള ഒരു സ്ഥലമൊന്നുമല്ല. കെരീത്ത് എന്ന് പറയുന്നത് സാമ്രാജ്യത്തിന് പുറത്തുള്ള സ്ഥലമൊന്നുമല്ല. ഈ സ്ഥലത്തിനകത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ് കെരീത്ത് എന്ന് പറയുന്നത്. കെരീത്ത് എന്ന് പറയുന്ന തോട്ടിന്റെ കരയൊക്കെ ഈ നാടിനകത്ത് തന്നെയായി ഇരിക്കുന്നത്. അത് മാത്രമാണോ? ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ ദേശത്ത് വെള്ളം കുറഞ്ഞു വരുമ്പോ ഈ ജനം വെള്ളം തേടി എങ്ങോട്ട് പോകും? വെള്ളമുള്ളിടത്തോട് പോകും. ശരിയാണോ? വെള്ളമുള്ളിടത്തോട് പോകും. അങ്ങനെ വെള്ളമുള്ളിടത്തോട്ട് അവർ പോകുമ്പം ആളുകളൊക്കെ ചെല്ലാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് ഏത്? കെരീത്തിന്റെ തോട്ടുകര. ശരിയല്ലേ? കെരീത്ത് തോട്ടെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളമുള്ളിടത്തോട്ട് ആൾ പോകില്ലേ? അവിടെ ആളുകൾ ചെല്ലും. ഇനി അത് മാത്രമാണോ? ആഗാബ് എന്ന് പറയുന്ന രാജാവ് കോപാകുലനായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, തലയ്ക്ക് വലയിട്ടിരിക്കുന്ന ഒരു പുള്ളിയാണ് ആര്? ഈ ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ. അങ്ങനെയാണെങ്കിൽ രാജാവിന്റെ കിങ്കരന്മാർ, ഭടന്മാർ ആരെ അന്വേഷിക്കുന്നുണ്ട്? ഏലിയാവിനെ അന്വേഷിക്കുന്നുണ്ട്. രാജ്ഞിയായിരിക്കുന്ന ഇസബലിന്റെ ചാരന്മാർ ആരെ അന്വേഷിക്കുന്നുണ്ട്? ഈ ഏലിയാവിനെ അന്വേഷിക്കുന്നുണ്ട്. ഇവരെല്ലാം ചെന്ന് അന്വേഷിക്കാൻ സാധ്യതയുള്ള സ്ഥലം ഏതാ? ആള് കൂടുന്ന സ്ഥലം. ആള് കൂടുന്ന സ്ഥലം ഏതാ? വെള്ളമില്ലാത്ത കാലത്ത് വെള്ളമുള്ള സ്ഥലം. അങ്ങനെയാണെങ്കിൽ കെരീത്തിന്റെ തോട്ടിൻകരയിൽ ഊടാടി സഞ്ചരിക്കുന്നുണ്ട് ഈ ചാരന്മാരും പടയാളികളും വലിയ ജനക്കൂട്ടവും ഒക്കെ. പക്ഷേ അതിന്റെ നടുവിലും പാർക്കുന്ന ദൈവ പൈതലിനെ ഒരാൾക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നോക്കൂ, എന്താണ് ദൈവത്തിന്റെ കരുതൽ എന്ന് പറഞ്ഞാൽ, ആൾക്കൂട്ടത്തിൽ നീ നിന്നാലും ശത്രുവിന് നിന്നെ തൊടാൻ കൊടുക്കാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ പേരാണ് കരുതലിന്റെ ദൈവം. ഹല്ലേലൂയ. ഈ ഏലിയാവിന് നല്ല ബോധ്യമുണ്ട്. ഈ രാജാവിന്റെ കിങ്കരന്മാർ വന്നാലും രാജ്ഞിയുടെ ഭടന്മാർ വന്നാലും, ഹല്ലേലൂയ, എത്ര ജനം ഇവിടെ കൂടിയിരുന്നാലും എന്നെ ആരും കാണുന്നില്ല എന്ന് ഈ ഏലിയാവിന് നല്ല ബോധ്യമുണ്ട്. കാരണം ദൈവം തമ്പുരാൻ അവന്റെ മീതെ ചിറക് വിരിച്ചിട്ടുണ്ട്. ദൈവം തമ്പുരാൻ അവന്റെ മീതെ ചിറക് വിരിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ സുരക്ഷിതനായി ഇരിക്കുന്നതിന്റെ പേരാണ് കരുതൽ. ഹല്ലേലൂയ. ഈ ഏലിയാവിന് അത് നല്ലതുപോലെ ബോധ്യമുള്ളതാണ്. കാലങ്ങൾക്ക് മുമ്പ് മിസ്രൈമിലെ അടിമ വീടായിരിക്കുന്ന ഇടത്തു നിന്ന്, ഇഷ്ടിക ചൂളക്കളങ്ങളിൽ നിന്ന്, ജീവിതം തകർന്നു പോയ ഇടങ്ങളിൽ നിന്ന് ഈ ജനതയെ ദൈവം തമ്പുരാൻ വിടിച്ചുകൊണ്ട് പോയപ്പോൾ, ഹല്ലേലൂയ, അവരെ വിടുവിച്ചുകൊണ്ട് പോയപ്പോൾ പോകുന്ന വഴിയിൽ അവർ സൂര്യന്റെ വെയിലേറ്റ് തകർന്ന് താഴ്പ്പണമാവരുത് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ദൈവം തമ്പുരാൻ മീതെ ചിറക് വിരിച്ചു. ആ വിരിച്ചു നിന്ന ചിറകിനെ അവർ വിളിച്ചു മേഘസ്തംഭം. ഹല്ലേലൂയ. രാത്രിയിൽ മണൽപ്പരപ്പിലൂടെ അവർ നടന്നു പോകുമ്പോൾ ഈ മരുഭൂമിയിലെ പാമ്പ് കടിയേറ്റ് ഈ മനുഷ്യര് മരിച്ചു പോകരുത്, ഈ മരുഭൂമിയിലെ ഇരുട്ടത്ത് അവർ ഭയന്നു പോകരുതെന്ന് വിചാരിച്ച് അവർക്കും ഇതേ ദൈവം ചിറക് വിരിച്ചു. ചിറക് വിരിച്ച് ആ ദൈവത്തെ അവർ വിളിച്ചു. എന്താണ് വിളിച്ചത്? അഗ്നിസ്തംഭം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഇടങ്ങളിൽ മേഘസ്തംഭമായും അഗ്നി തൂണായും എന്റെ കൂടെ നിൽക്കുന്ന, കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പഴയ നിയമത്തിൽ യഹോവയായ ദൈവമാണെങ്കിൽ പുതിയ നിയമത്തിൽ അവന്റെ പേര് നസറേനായ യേശു എന്നാണ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴാ സ്തോത്രം പറയേണ്ടത്? ഞാൻ എപ്പോഴാ ഹല്ലേലൂയ പറയേണ്ടത്? 5000 വാട്ട്സ് സൗണ്ട് വെച്ച് അലക്കുമ്പോഴല്ല. ഒരു 5 ഡ്രമ്മും 3 കീബോർഡും ബേസ് ഗിറ്റാറും പിന്നെ കുറെ ഡ്രംസ് ഒക്കെ വെച്ച് അടിച്ചു പൊട്ടിച്ച് ഒരാൾ നടക്കുന്നു പറ 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 എന്ന് പറയുമ്പം പറയേണ്ടതല്ല ഹല്ലേലൂയ.
എന്റെ ജീവിതത്തിന്റെ മരുഭൂമികളിൽ എനിക്കും ഇതേ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കരമുണ്ട്. ആ തമ്പുരാൻ കർത്താവിന്റെ കരം എനിക്ക് അഗ്നിത്തൂണാണ്, എനിക്ക് മേഘസ്തംഭമാണ്. കെരീത്തിന്റെ തൊട്ടിൻകരയിൽ ശത്രുക്കളുടെ നടുവിൽ ഞാൻ നിന്നേണ്ടി വന്നാലും ശത്രുക്കളുടെ കണ്ണെന്റെ മേലെത്താതെ വണ്ണം എന്നെ കണ്ണിലെ കൃഷ്ണവടി പോലെ നോക്കുന്ന ഒരു തമ്പുരാനുണ്ട് എന്റെ ജീവിതത്തിലെന്ന് ഹല്ലേലൂയ ഞാൻ തിരിച്ചറിയുകയും ആ തമ്പുരാന്റെ കരങ്ങളിൽ മുറുകെ പിടിക്കുകയും ചെയ്യുവാൻ എനിക്ക് സാധ്യമാകുമ്പോൾ, ആ അനുഭവിച്ച അനുഭവത്തിന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ എന്റെ ഹൃദയത്തിൽ നിന്നറിയാതെ പുറപ്പെട്ടു വരുന്നതാണ് ഹല്ലേലൂയ. ഇത് നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ തലമുറകളെ പരിശീലിപ്പിക്കേണ്ടുന്ന ഹല്ലേലൂയ. മറന്നുപോകരുത്, ദൈവത്തിന്റെ കരുതൽ കെരീത്തിന്റെ തൊട്ടിൻകരയിൽ ഈ മനുഷ്യൻ വേണ്ടുവോളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ശത്രുവും അവനെ തൊട്ടില്ല, ഒരു ഭടനും അവനെ കണ്ടില്ല, ഒരു ചാരനും പിടിച്ചില്ല, ഒരു ജനവും ഒറ്റിക്കൊടുത്തില്ല. അവൻ തോട്ടിൻകരയിൽ ഉണ്ടായിരുന്നു. ആ തോട്ടിൻകരയിൽ അവൻ ഒളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാന്റെ കൈക്കുമ്പിളിൽ അവൻ സുരക്ഷിതനായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. ഇനി അതുമാത്രമാണോ കരുതൽ? നല്ലൊന്നാന്തരം ഭക്ഷണം, ശരിയല്ലേ? ദേശത്തെല്ലാം പട്ടിണി ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇതാ ഒരു മനുഷ്യൻ രാവിലെ അപ്പവും ഇറച്ചി, വൈകിട്ടും അപ്പവും ഇറച്ചി. ഡ്രോണേ വരിക. ഡ്രോൺ എന്നൊക്കെ പറഞ്ഞാൽ ഈ പിള്ളേർക്ക് മനസ്സിലാവും. കാക്ക കൊണ്ടെന്ന് പറഞ്ഞാൽ പിള്ളേർ വിശ്വസിക്കൂല. നീ മക്കളെ, കാക്ക കൊണ്ടുവരിക. കാക്ക കൊത്തിപ്പറിച്ച് തിന്നുകയല്ലാതെ കൊത്തിപ്പറിക്ക് ആർക്കെങ്കിലും കൊടുക്കുന്ന ഒരു പതിവില്ല. എന്നാൽ ഈ കാക്കയെ മാനസാന്തരപ്പെടുത്തി തമ്പുരാൻ കർത്താവ് അയക്കുകയാണ്. എനിക്ക് വളരെ കൗതുകം തോന്നിയിട്ടുണ്ട്. എവിടെ നിന്ന് കിട്ടി ഈ കാക്കയ്ക്ക് അപ്പം? ഞാൻ ഇനി പറയുന്നത് വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല. അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണെന്ന് പറഞ്ഞ് എന്നെ വധിക്കാൻ പിന്നെ വരരുത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ധ്യാനത്തിന് വേണ്ടിയാണ്. അതായത് ഈ കാക്കയ്ക്ക് എവിടെ നിന്ന് കിട്ടിയ അപ്പം? കാക്ക രാവിലെ ലുലുമാളിൽ പോയി അരിപ്പൊടി കൊണ്ടുവന്ന് കുഴച്ചു. അമ്മ കാക്ക അതിരുന്ന് ഉണ്ടാക്കി. മക്കൾ കാക്ക എല്ലാം കൂടെ കൊണ്ട് ഏലിയാവിന് കൊടുത്തു. ആണോ? അങ്ങനൊന്നുമല്ല. ഞാൻ വിചാരിക്കുന്നത് ഈ ദേശത്ത് പട്ടിണി ഇങ്ങനെ ആരംഭിക്കുമ്പോൾ ഏത് വീട്ടിൽ ക്ഷാമമുണ്ടായാലും ക്ഷാമമില്ലാത്തൊരു സ്ഥലം ആ ദേശത്തുണ്ട്. ഏതാണെന്നറിയാമോ? കൊട്ടാരം. ശരിയല്ലേ? കൊട്ടാരത്തിൽ കുറേ കാലത്തുകളുണ്ടാവും. എൻ്റെ ഒരു വിചാരമാണ്, വേദപുസ്തകത്തിൽ എഴുതിയ കാര്യമല്ല, എൻ്റെ ഒരു വിചാരം, ധ്യാന വിചാരം. ഈ കൊട്ടാരത്തിൽ നിന്നായിരിക്കണം ഈ കാക്ക എന്തെടുത്തോണ്ട് പോകുന്നത്? ഈ അപ്പം ഇറച്ചിയൊക്കെ കൊണ്ടുവന്നത്. ഈ കാകദൃഷ്ടി എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ടില്ലേ? കാകദൃഷ്ടി. എവിടെങ്കിലും എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചാൽ അത് കണ്ടുപിടിക്കാനുള്ള പ്രത്യേകതരം ഒരു ദൃഷ്ടിയുണ്ട്, അല്ലേ? അങ്ങനെ ഒരു ദൃഷ്ടിയുണ്ട് കാക്കയ്ക്ക്. ആ കാക്ക അത് കണ്ടുപിടിക്കും. കാക്ക ഏതുകൊണ്ട് കൊടുക്കും. കാക്ക കൊടുത്തോ ഇല്ലയോ, കൊട്ടാരത്തിൽ നിന്നാണോ അല്ലയോ എന്നുള്ളതല്ല. ഈ കാലത്ത് ഈ ദേശത്ത് ക്ഷാമം പിടിച്ചിരിക്കുമ്പോൾ ദൈവ പൈതലിനോട് കെരീത്തിൻ തോട്ടിൻകരയിൽ പോയി ഇരിക്കാൻ പറഞ്ഞത് നീ പട്ടിണി കിടന്ന് ചാകാൻ വേണ്ടിയിട്ടില്ലേ? അവിടെയും നിന്നെ കരുതാൻ ആർക്ക് പറ്റും? എനിക്ക് പറ്റും. നീ വിചാരിക്കുന്നത് പോലെയല്ല. നിനക്ക് കൊണ്ടുതരുന്നത് ഒരു പക്ഷേ കാക്കയായിരിക്കാം. കാക്ക എന്നതിനെ ഉപകരണമാക്കി മാറ്റാൻ ഈ ദൈവത്തിന് കഴിയുമെന്നുള്ളതിന്റെ തെളിവാണിത്. എന്നെ കേൾക്കുന്ന ദൈവവേദനെ, ഞാനും നിങ്ങളുമൊക്കെ നടക്കുന്ന വഴികളിൽ നമുക്ക് പലപ്പോഴും ചോദ്യങ്ങളുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ നടക്കുന്ന വഴികളിൽ നമുക്ക് പലപ്പോഴും നെടുവീർപ്പുകളുണ്ട്, ശ്വാസം മുട്ടുന്ന ജീവിതാനുഭവങ്ങളുണ്ട്. ആരോട് പറയണമെന്ന് അറിയാതെ വല്ലാതെ വിഷമിച്ചു പോകുന്ന സന്നിഗ്ധമായ ഘട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിന്റെ നടുവിലൊക്കെ നിൽക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഞാനും നിങ്ങളുമൊക്കെ നിൽക്കുന്നത് തമ്പുരാന്റെ കൈക്കുമ്പിളിലാണെങ്കിൽ ഹല്ലേലൂയ, എനിക്കുള്ളത് കാക്കയുടെ കൊടുത്തുവിടാൻ കഴിയും. ചിലരൊക്കെ ചോദിക്കാറില്ലേ, ദൈവം എന്താ നൂലെ കെട്ടി ഇറക്കുമോന്ന്? ഇറക്കും, യാതൊരു സംശയവും വേണ്ട. നൂല് തന്നെ വെട്ടിയിറക്കും. ഹല്ലേലൂയ. 35 വീട്ടുകാരെ ഈ ദേശത്തിരുന്നു കൊണ്ട് പള്ളിക്ക് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ 50 ലക്ഷം, എത്ര ആഴ്ച? 1 കോടിയായോ? ആയി കാണും. 1 കോടി രൂപ ബാങ്കിലിട്ടിട്ടാണോ ഇത് തുടങ്ങിയത്? ആണോ? 1 കോടി രൂപ ബാങ്കിലിട്ടിട്ടാണോ പള്ളി പണി തുടങ്ങിയത്? അല്ല. അന്നത്തെ ട്രസ്റ്റോട് ചോദിച്ചാൽ ഒരു പക്ഷെ പറയാം, അച്ഛോ 2 മാസത്തേക്ക് അച്ഛന് കൊടുക്കാനുള്ള ശമ്പളം ഉണ്ടായിരുന്നു ആകപ്പാട്. ശരിയല്ലേ? അവിടെ നിന്ന് ഈ ദേവാലയത്ത് നടുവിരിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? ദൈവം തമ്പുരാൻ നൂലെ കെട്ടി ഇറക്കിയത് കൊണ്ടാ. ഹല്ലേലൂയ. നൂലിനെയും ഹല്ലേലൂയ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ സംരക്ഷിച്ചു കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുകയാണ് ഏലിയാവിനെ. ഹല്ലേലൂയ. എത്ര അത്ഭുതകരമാണ്, എത്ര അത്ഭുതകരമാണ്. നമ്മൾ പുതിയ നിയമത്തിലോട്ട് യാത്ര ചെയ്തു പോയാൽ ദൈവം തമ്പുരാൻ കരുതൽപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 1-2 ഞാൻ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒന്ന് പറയാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയും 25 മുതൽ 34 വരെയും 35 മുതൽ 43 വരെയുമുള്ള 3 ഭാഗങ്ങൾ വായിച്ചാൽ 3 കഥകളാണ്.
അതിലെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5:1-20. അവിടെ എഴുതിയിരിക്കുന്നത് ആരെക്കുറിച്ചാ? ഭൂതഗ്രസ്തനായ മനുഷ്യനെ കുറിച്ചാണ്. ഭൂതഗ്രസ്തനായ മനുഷ്യനെ കുറിച്ചാണ്. ഭൂതഗ്രസ്തനായ മനുഷ്യന് ദൈവം തമ്പുരാന്റെ എന്ത് കരുതലാണ് അനുഭവിക്കാൻ സാധ്യമായത്? ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? ഭൂതത്തെ കണ്ടിട്ടുണ്ടോ മക്കളെ? ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനല്ല ഞാൻ പറഞ്ഞേ. ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പണ്ടേ ഈ ഒനിഡ ടി വി എന്ന് പറഞ്ഞൊരു ടി വി ഉണ്ടായിരുന്നു മക്കളെ, ഒനിഡ ടി വി. അതിൻ്റെ പരസ്യം വരുമ്പോൾ ഒരു സാധനം വരുമായിരുന്നു. നിങ്ങൾ ഇപ്പം അതില്ല, പണ്ടാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനകത്തൊരു ഒരാൾ വരത്തില്ലേ, കുന്തൊക്കെ പിടിച്ചിങ്ങനെ ചെവി കൊമ്പ് പാലൊക്കെ ആയിട്ട്. ഞാനൊക്കെ കുഞ്ഞാനാൾ വിചാരിച്ചത് അതാണ് ഭൂതമെന്നാണ്. പിന്നെ മനസ്സിലായത്, പട്ടമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം കുറേ കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ ഭൂതം എന്ന് പറഞ്ഞത് ഇതൊന്നും അല്ല, ഇതിനേക്കാളൊക്കെ അതുക്കും മേലെ പലതുമുണ്ട് എന്ന് മനസ്സിലായി. ആട്ടെ, നമ്മൾ ഭൂതങ്ങളാണോ? ഒരുത്തൻ അഞ്ജലിന്ന് വന്നിരിക്കുക ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട്. നമ്മൾ ഭൂതങ്ങളാണോ? ആണെന്ന് പറ, അല്ലെങ്കിൽ അല്ലെന്ന് പറ. ചിലരൊക്കെ മനസ്സിൽ പലതും ഓർക്കുന്നു, ഇങ്ങനെ മേളിലോട്ടൊക്കെ നോക്കുന്നു ചിലർ. നമ്മൾ ഭൂതങ്ങളാണോ എന്നറിയാൻ ഈ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നന്നായിട്ട് വായിച്ചാൽ മതി. അതിനകത്ത് പറയുന്ന ലക്ഷണങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മളും ഭൂതങ്ങളാണ്. അവിടെ ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞ ഒരു ലക്ഷണം ഞാൻ പറയാം. അവനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു, അല്ലേ? അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. അപ്പൊ കല്ലറയിലാണ് പാർക്കുന്നതെങ്കിൽ എന്താ? ഞാൻ മരിച്ചവരെ കുറിച്ചല്ല പറഞ്ഞത് കേട്ടോ, ജീവിച്ചിരിക്കുമ്പോൾ പോയി കല്ലറ പാർക്കുന്നതിനെ കുറിച്ചാണ്. അപ്പൊ കല്ലറയിലാണ് പാർക്കുന്നതെങ്കിൽ അവൻ ഭൂതമാണ്, ഭൂതഗ്രസ്തനാണ്. കല്ലറ പാർക്കുന്നവരെന്ന് കൈപോക്കിക്ക്. പ്രൈസ് ദി ലോർഡ്. ആരുമില്ല. എന്തുവാ ഈ കല്ലറ പാർക്കുക എന്ന് പറഞ്ഞാ? ഞാനൊരു ചോദ്യം ചോദിക്കാം, ശ്രദ്ധയോടെ ഉത്തരം പറയണം. കല്ലറയിലോട്ട് പോകുന്നത് ഇഷ്ടമാണോ? കല്ലറയിലോട്ടേ പോകുന്നത് ഇഷ്ടമാണോ? അങ്ങനെ വെറുതെ ഈ പുല്ല് പറിക്കാനോ പെയിന്റ് അടിക്കാനോ അതിന് പോകുന്ന കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. ഈ കയ്യും കാലൊക്കെ കുട്ടിക്കെട്ടി മൂക്കി പഞ്ഞിയും വെച്ചിട്ട് സമയമാ എന്ന് പറഞ്ഞ് പാട്ടൊക്കെ പാടിക്കൊണ്ട് പോയില്ലേ, അങ്ങനെ പോകുന്നത് ഇഷ്ടമാണോ എന്നാണ് എൻ്റെ ചോദ്യം. നമ്മൾ പാടും, പറന്ന് കർത്താവേ ഞാൻ അങ്ങോട്ട് വരുന്നേ, കർത്താവ് അവിടെ നിന്നോട്ട് വാ മോനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയരുത് എന്ന് നമ്മൾ പറയും. കാരണം നമ്മൾ ഉടനെ എങ്ങും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല, നമ്മൾ വെറുതെ പാടുന്നതേ ഉള്ളൂ. പോകാനൊന്നും നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ കല്ലറയിലോട്ട് പോകാൻ നമുക്കാർക്കും ഇഷ്ടമല്ല. ആവട്ടെ, കല്ലറയിൽ ആരേലും ഇങ്ങോട്ട് വരുന്നത് നമുക്ക് ഇഷ്ടമാണോ? മനസ്സിലായില്ല. ഒരു 5 കൊല്ലം മുമ്പ് നമ്മൾ കല്ലറയെ കൊണ്ടുവച്ച ഒരാൾ നല്ല മാർബിളൊക്കെ ഇട്ട് അടിപൊളിയാക്കി നമ്മൾ അവിടെ വെച്ചിരിക്കുകയാണ്. 5 വർഷം മുമ്പേ. ഇന്ന് രാത്രി ഒരു 12 മണി, ശ്രദ്ധിച്ചോണേ, ഇന്ന് രാത്രി ഒരു 12 മണി 5 വർഷം മുമ്പ് കല്ലറയെ കൊണ്ടുവച്ച ആൾ വന്ന് നമ്മുടെ തലക്കിലിരുന്ന് നമ്മളെ തട്ടി വിളിച്ചാൽ എന്നാ സംഭവിക്കും? എന്നാ സംഭവിക്കും? വേറെ ഒന്നും സംഭവിക്കുന്നത്, നാളെ രാവിലെ ഇവിടെ വേറൊരു ശവസംസ്കാരം നടക്കും, അതാ സംഭവിക്കുക. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ കല്ലറയിലോട്ട് പോകുന്നതും ഇഷ്ടമല്ല, കല്ലറയിൽ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നതും ഇഷ്ടമല്ല. ചുരുക്കത്തിൽ ഈ മനുഷ്യന്റെ പാർപ്പ് കല്ലറയിലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ആരുടെ അടുത്തോട്ടും പോകുന്നത് അവന് ഇഷ്ടമല്ല, ആരും അവന്റെ അടുക്കിലോട്ട് വരുന്നതും അവന് ഇഷ്ടമല്ല. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ആരോടും യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളുമില്ല. ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിച്ചാൽ നീ ഭൂതമാണ്. ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിച്ചാൽ നിനക്ക് വാലും വന്നു കൊമ്പും വന്നു, നീ ഭൂതമായി, ഭൂതഗ്രസ്തനായി എന്നാണ് അതിന്റെ അർത്ഥം. നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഈ കല്ലറയുടെ ഇടങ്ങളിൽ, ഇരുട്ടറകളിൽ, തുറന്നാൽ ജീർണത കാണുന്ന കല്ലറയിടങ്ങളിൽ നിനക്കൊരു കരുതൽ ആവശ്യമുണ്ട് മകനെ എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് നടന്നു വന്ന ഒരുവനെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അവന്റെ പേര് നസറേയനായ യേശുവെന്നാണ്. ഹല്ലേലൂയ. അവൻ അവിടേക്ക് വന്നു. യേശു കർത്താവ് അവനോട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവന് സുബോധം വന്നപ്പോൾ അവൻ വസ്ത്രമണിഞ്ഞു. അവൻ തമ്പുരാനോടൊപ്പം സഞ്ചരിക്കാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. എന്റെ ജീവിതാനുഭവങ്ങളുടെ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്ന ഇടങ്ങളിലേക്ക് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നതിന്റെ പേരാണ് കരുതൽ. ഹല്ലേലൂയ. കാരണം ഞാനും നിങ്ങളും ഒറ്റയ്ക്കിരിക്കേണ്ടവരല്ല, ഞാനും നിങ്ങളും മാറിയിരിക്കേണ്ടവരല്ല, ഞാനും നിങ്ങളും മറന്നിരിക്കേണ്ടവരല്ല, ഞാനും നിങ്ങളും ഒന്നിച്ചിരിക്കേണ്ടവരാണ്. ഒരു മാലയിലെ മുത്തുമണി പോലെ എന്നിവിടെ പറഞ്ഞല്ലോ മുമ്പ്
ജോൺസൺ ചാൻ. ഒരു മാലയിലെ മുത്തുമണി പോലെ ഇരിക്കേണ്ടവരാണ്, ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെ ഇരിക്കേണ്ടവരാണ്. ബലം ക്ഷയിച്ചു പോയിട്ട് ചിതറിപ്പോകേണ്ടവരല്ല ഞാനും നിങ്ങളും. അതുകൊണ്ട് ദൈവമത്തിന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് കല്ലറയ്ക്കുള്ളിലേക്ക് പെട്ടുപോയ ഒരു മുത്തുമണിയെ എടുത്ത് ആ ദൈവരാജ്യത്തിന്റെ മാലയിലേക്ക് കോർത്തു വയ്ക്കുന്നത്. ഹല്ലേലൂയ. കല്ലറിയിക്കുന്നുണ്ടെങ്കിൽ, നീ ഭൂതഗ്രസ്തനാണെങ്കിൽ, നീ കരുതലിന്റെ പരിധിക്ക് അപ്പുറത്താണെന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അവിടങ്ങളിലേക്ക് തിരിച്ചു വന്ന് നിന്നെ തിരികെ വിളിച്ചു കൊണ്ടുവന്ന് ഈ കരുതലിന്റെ കരത്തിലേക്ക് സൂക്ഷിക്കാൻ ഈ ദൈവത്തിന് കഴിയും, യാതൊരു സംശയവും വേണ്ട. അതേ ഭാഗത്ത് തന്നെ അടുത്ത ഭാഗം എന്താ? അതിന്റെ 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, മർക്കോസ് 5, അവിടെ എഴുതിയിരിക്കുന്നത് രക്തസ്രാവക്കാരിയായ സ്ത്രീയെ കുറിച്ചാണ്. സൗഖ്യം കിട്ടി, അത് നമുക്കറിയാം. എങ്ങനെയാ സൗഖ്യം കിട്ടിയെന്നൊക്കെ അറിയാം. ശുദ്ധാശുദ്ധങ്ങളുടെ നിയമങ്ങൾക്കിടയിൽ വീർപ്പ് മുട്ടിപ്പോയ ഒരു സ്ത്രീയുടെ കഥയാണത്, അല്ലേ? പറയുമ്പോൾ അശുദ്ധയാണെന്ന് പറയേണ്ടി വരുന്നൊരു നിസ്സഹായതയുണ്ട് അവൾക്ക്. ഏത് ദേശത്ത് സഞ്ചരിച്ചാലും, ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലും വഴിയെല്ലാം അശുദ്ധമായി പോകും. അവൾ തൊടുന്നവർ അശുദ്ധമാകും, അവൾ കഴിക്കുന്ന പാത്രം അശുദ്ധമാണ്, അവളോട് ഇടപെടുന്നവരെല്ലാം അശുദ്ധമായി പോകും, നടക്കുന്ന വഴി പോലും അശുദ്ധമാണെന്ന് കരുതുന്ന ഒരു കാലത്ത് പരസ്യമായി ഏതെങ്കിലും ഇടങ്ങളിലേക്ക് വന്നാൽ ഒരുപക്ഷെ കല്ലെറിയപ്പെടാനുള്ള സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ അവൾ യേശുക്രിസ്തുവിനെ ആരും കാണാതെ പുറകിലൂടെ വന്ന് ഒന്ന് തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യമുണ്ടായി. സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവളുടെ വിചാരം എന്തായിരുന്നു? അവൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ചാടിയോടെ കിടന്ന് ഇല്ല. യേശുക്രിസ്തു ചോദിച്ചു, ആരാ എന്നെ തൊട്ടത്? അവൾ തിരിച്ചു വരുമ്പോൾ അവളുടെ ഭാവം അവിടെ എഴുതിയിട്ടുണ്ട്. അവൾ ഭയന്നുകൊണ്ട്, അവൾ വിറച്ചുകൊണ്ട് വന്നു. സൗഖ്യം കിട്ടി, പക്ഷെ സന്തോഷമില്ല. സൗഖ്യം കിട്ടി, പക്ഷെ എന്താ വികാരം? ഭയമാണ്. ഭയമാണ്. അന്ന് യേശുക്രിസ്തു വിളിക്കുമ്പോൾ വരാതെ അവൾ തിരിച്ച് വീട്ടിലോട്ട് പോയിരുന്നെങ്കിൽ ഉറപ്പ് ജീവിതകാലം മുഴുവൻ അവൾ ഞെട്ടിയേനെ, ജീവിതകാലം മുഴുവൻ ഭയന്ന് ജീവിക്കേണ്ടി വന്നേനെ. യേശു എന്ന വാക്ക് കേൾക്കുമ്പോൾ അവൾക്ക് വല്ലാതെ വീർപ്പുമുട്ടലുണ്ടായേനെ. എന്നാൽ അവൾ തിരിച്ച് യേശുവിന്റെ അരികിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, അത് ഞാനാണ് കർത്താവേ എന്ന് പറയുമ്പോൾ കർത്താവ് അവളോട് പറയുന്ന ഒരു വാചകമുണ്ട്. ആ വാചകം ഇതാണ്, മകളെ. ഒരു വിളിയാണ്. ഹല്ലേലൂയ. ഇന്ന് വരെ ആ വിളി അവൾ കേട്ടിട്ടില്ല. അവളുടെ രോഗമുണ്ടായിരുന്ന കാലങ്ങളിലെല്ലാം അവളെ എല്ലാവരും ആട്ടിപ്പായിക്കുകയായിരുന്നു. ഒരിടത്തും അവൾക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എല്ലാ വാതിലുകളും അവൾക്ക് നേരെ അടഞ്ഞതാണ്. വൈദ്യന്മാരാൽ ഏറോന്ന് സഹിച്ചു എന്നാണ് അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അങ്ങനെ സഹിച്ച് ജീവിതം ഒരു തീക്കട്ട പോലെയായി പോയപ്പോൾ ആ സ്ത്രീയുടെ ജീവിത തീക്കട്ടയിലേക്ക് ഒരു കുളിർമഴ പെയ്തു. ആ പെയ്ത മഴയുടെ പേര് നസറേനായ യേശുവെന്നാണ്. അവൻ അവളെ വിളിച്ചു. എന്താ വിളിച്ചത്? മകളെ എന്ന്. ഹല്ലേലൂയ. അവൾക്ക് കിട്ടിയ ആ വലിയ സൗഖ്യത്തെക്കാൾ ഒരുപക്ഷെ അവളെ ആനന്ദിപ്പിച്ചത് ഈ വിളിയായിരുന്നിരിക്കും. എന്നെ കേൾക്കുന്ന ദൈവവേദനെ, എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾ തീക്കട്ട പോലെയാകുന്ന ഇടങ്ങളിൽ ചിലപ്പോൾ ഞാനും ഇതുപോലെ നിന്നു പോകാറുണ്ട്. നമ്മളിങ്ങനെ നിന്നു പോകാറുണ്ട്, കരഞ്ഞുകൊണ്ട് നിന്നു പോകാറുണ്ട്, സങ്കടപ്പെട്ട് നിന്നു പോകാറുണ്ട്. അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് ഇറങ്ങി വന്ന് കുളിർമല പോലെ പെയ്തിറങ്ങുന്ന ഒരു തമ്പുരാനുണ്ട്. ഹല്ലേലൂയ. ആ തമ്പുരാൻ എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ ചേർത്ത് പിടിച്ചിട്ട് വിളിക്കും, മകനെ, മകളെ എന്ന്. ഈ വിളിക്കുന്ന വിളിയുടെ പേരാണ് കരുതൽ. ഇതിന്റെ പേരാണ് കരുതൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഭാഗം, അതിന്റെ അവസാന ഭാഗം 35 മുതൽ 43 വരെ വായിച്ചാൽ ഒരു മരണ വീടാണ്. മരിച്ചതൊരു കുഞ്ഞാണ്. ഒരു കുഞ്ഞു മരിച്ചു. മരിച്ച വീട്ടിലേക്ക് യേശു തമ്പുരാൻ കയറി ചെന്നു. ആരാവാരങ്ങൾ മുഴക്കുന്നവരെയെല്ലാം പുറത്തിറക്കിയിട്ട് ദൈവം തമ്പുരാൻ ഉയർപ്പിച്ചു 3 പേരെ. 3 പേര് മരിച്ചു. മരിച്ചോ ഇല്ലയോ? 3 പേര് മരിച്ചു. ശരിയോ തെറ്റോ? ക്വിസിനൊക്കെ അങ്ങനെയാ ചോദിക്കണേ. അവിടെ മരിച്ച് വെള്ളമതച്ച് കിടക്കുന്നത് ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞു മരിച്ചു. കർത്താവ് പറഞ്ഞു ഉറങ്ങാണെന്ന്. എന്നാൽ ലോകം പറഞ്ഞു മരിച്ചു. പിന്നെയും 2 പേരുണ്ട് കേട്ടോ. ആരെന്നറിയാമോ? അപ്പനും അമ്മയും. അവരോട് ചോദിക്കണം. അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളും മരിച്ചു. ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് ഈ കിടക്കുന്നത്, ഞങ്ങളുടെ പ്രതീക്ഷകളാണ് ഈ കിടക്കുന്നത്, ഞങ്ങളുടെ ആഗ്രഹങ്ങളാണ് ഈ കിടക്കുന്നത്. വയസ്സാങ്കാലത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുമെന്ന് വിചാരിച്ച കുഞ്ഞാണ് ഈ കിടക്കുന്നത്. ഇനി ഞങ്ങൾ ജീവിച്ചതിന്റെ എന്താ കാര്യം? ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലുമെന്ന ഭാവത്തിൽ അവിടെ നിൽക്കുന്ന 2 മനുഷ്യരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3 പേർ മരിച്ചു. എന്നാൽ യേശു തമ്പുരാനെ വീടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആവശ്യബോധമുള്ള ഈ 2 പേരെ ഉള്ളിൽ കൊണ്ടുവന്ന് ആവശ്യബോധമില്ലാത്ത എല്ലാത്തിനെയും പുറത്താക്കിയിട്ട് യേശു കർത്താവ് ഉയർപ്പിച്ചപ്പോൾ ഉയർത്തെഴുന്നേറ്റത് 3 പേരാ. ഹല്ലേലൂയ. മരിച്ചു കിടക്കുന്ന കുഞ്ഞു ഉയർത്തെഴുന്നേറ്റു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയ 2 മനുഷ്യരുണ്ടല്ലോ, അവരും ഉയർത്തെഴുന്നേറ്റു. ഒരു കുടുംബം മുഴുവൻ ഉയർത്തെഴുന്നേറ്റു. ഒരു വിഷയത്തിന്റെ മേൽ തകർന്ന് തരിപ്പണമായ ഒരു കുടുംബം
ഒരു വിഷയത്തിന്റെ മേൽ തകർന്ന് തരിപ്പണമായി പോയ ഒരു കുടുംബം നസറേനായ യേശുവിന്റെ കരസ്പർശത്താൽ ഉയർത്തെഴുന്നേറ്റെങ്കിൽ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ പേരാണ് കരുതൽ. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ പേരാണ് കരുതൽ. ഹല്ലേലൂയ. ഈ കരുതലാണ് കെരീത്തിന്റെ തോട്ടിൻകരയിൽ ഹല്ലേലൂയ ഇപ്പോൾ ഏലിയാവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മറക്കരുത്. ഈ കരുതലാണ് ഈ കെരീത്ത് എന്ന് പറയുന്ന തോട്ടിന്റെ കരയിൽ ഏലിയാവ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് ദ സ്ട്രീം ഓഫ് കെയർ. ഇനി അത് മാത്രമാണോ? 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മളിപ്പോൾ വായിച്ച കുറുവാക്യം 1 രാജാക്കന്മാർ 17 അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇതാണ് നമ്മൾ കരുതൽ എന്ന ദൈവമാണ് നമ്മൾ കാണുക. 7-ാം വാക്യം ഒന്ന് വായിച്ചേ. 7-ാമത്തെ വാക്യം എന്താ? 7-ാം വാക്യം, എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം തോട് വറ്റിപ്പോയി. അയ്യോടാ, ഇതുവരെ സൂപ്പറായിരുന്നു, പറയാൻ നല്ലതായിരുന്നു, പാടാൻ നല്ലതായിരുന്നു, പ്രസംഗിക്കാൻ ഒന്നാന്തരമായിരുന്നു, എല്ലാം കൊള്ളാമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്നാ പറ്റി? തോട് വറ്റിപ്പോയി. തോട് വറ്റിപ്പോയി. നമുക്ക് ആ ധ്യാനത്തിനൊരു പേരെടുക്കാം. ദിസ് ഈസ് ദ സ്ട്രീം ഓഫ് ടെസ്റ്റ്. ഇത് പരിശോധനയുടെ തോട്ടുംകര കൂടെയാണ്. ഇത് ദൈവ കരുതലിന്റെ തോട്ടുംകരയാണെങ്കിൽ അതേപോലെ തന്നെ ഇത് പരിശോധനയുടെ, പരീക്ഷയുടെ എന്താണ്? തോട്ടിൻകര കൂടെയാണ്. ദിസ് ഈസ് ദ സ്ട്രീം ഓഫ് ടെസ്റ്റ്. എന്ത് ടെസ്റ്റാ ഇവിടെ ഉള്ളത്? ഇത്രയും ദിവസം നല്ല മിനറൽ വാട്ടർ അല്ലെ, പുഴയിൽ നിന്നുള്ള വാട്ടർ, നല്ല മിനറൽ വാട്ടർ, നല്ല ഫുഡ്. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, നല്ല ഫുഡ്. ആളുകളെല്ലാം ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ ആഘോഷമായി ജീവിക്കുന്ന ഏലിയാവ് നല്ല രസമായിരുന്നു. എന്നാൽ ഇപ്പോൾ കഥ മാറി, കാര്യം മാറി. ഇപ്പോൾ കഥ മാറി, കാര്യം മാറി. പരിശോധനയുടെ ഒരു സമയം വന്നിരിക്കുകയാണ്. ഇനിയും തോട്ടിൽ വെള്ളമില്ല. പൊക്കോണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി കാക്ക എന്തും കൊണ്ട് വരുത്തില്ല, അപ്പവും കൊണ്ട് വരികയുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഇവിടെ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള പ്രതിസന്ധി എന്താ? നമ്മളാണ് ഈ തോട്ടുംകരയിൽ. എന്ത് സംഭവിക്കും? തോട് വറ്റി, ഇനി കാക്ക വരൂല, എന്തു ചെയ്യും? ഈ 2026 നമ്മൾ എന്തോ ചെയ്യുന്നറിയാമോ? ഇപ്പൊ അങ്ങനെ കണ്ടുവരുന്നേ. നമ്മള് വറ്റിയ തോടിന്റെ കര പോയിരുന്നിട്ട് തോടിനോട് പ്രാർത്ഥിക്കും. തോടെ തോടെ ഞങ്ങളെ കാത്തോണേ, തോടെ തോടെ ഞങ്ങൾക്ക് വല്ലതും തരണേ, തോടെ തോടെ വെള്ളം തരണമേ എന്നും പറഞ്ഞ്, തോടായ ദൈവമേ എന്നും പറഞ്ഞ് അവിടെ നിന്നോട് തോടിനെ ദൈവമാക്കി തോടിനോട് നമ്മൾ പ്രാർത്ഥിക്കും. ശരിയല്ലേ? കാക്ക വരൂല. കാക്ക വരാതിരുന്ന 2026 വിശ്വാസമേ, നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ ഒരു കാക്കയെ ഓടിച്ചിട്ട് പിടിക്കും. എന്നിട്ട് കാക്കയോട് പ്രാർത്ഥിക്കും. കാക്കയെ കാക്കേ, കൂടെ എവിടെയല്ല, കാക്കയെ കാക്കേ ഞങ്ങൾക്ക് അപ്പം തരണേ, അപ്പം തരണേ, അപ്പം തരണേ. തന്നില്ല 2 അടിയും കൊടുത്തിട്ട് പറയും, കൊണ്ട് താടാന്നും വേണേ പറയും. ഇന്ന് പലപ്പോഴും അങ്ങനെയാണ്. ഇല്ലായ്മകൾ ഉണ്ടാകുമ്പോൾ, വരൾച്ചകൾ ഉണ്ടാകുമ്പോൾ, തോട് വറ്റിപ്പോകുമ്പോൾ ദൈവത്തിന്റെ ഉപകരണങ്ങളെ ദൈവമാക്കി മാറ്റുന്ന ഒരു പരീക്ഷണമുണ്ട്. ദൈവത്തിന്റെ ഉപകരണങ്ങളെ ദൈവമാക്കി മാറ്റുന്ന പരീക്ഷണമുണ്ട്, മറന്നു പോകരുത്. അങ്ങനത്തെ ചരിത്രം ഇസ്രായേലിനും പറയാനില്ലേ? ദൈവത്തിന്റെ ഉപകരണത്തെ ദൈവമാക്കി മാറ്റിയ ഒരുപാട് ഉദാഹരണങ്ങൾ ഇസ്രായേൽ ജനത്തിന് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ചിത്രം വിഭിന്നങ്ങളല്ല. നോക്കൂ, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം വായിച്ചാൽ, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം വായിച്ചാൽ, അതിന്റെ 1 മുതൽ താഴോട്ട് വായിച്ചാൽ നമ്മൾ കാണുന്നത് ഇതാ, ഒരു കൂട്ടം ജനം ഓടി വരികയാണ്. ഒരു കൂട്ടം ജനം ഓടി വന്നിട്ട് അഹരോന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്ന ഒരുത്തനുണ്ട്. ആരാണ്? മോശ എന്ന് പറയുന്ന പുരുഷൻ. അവനെ കുറിച്ചൊരു വിവരവും ഇല്ല. കുറെ ദിവസമായി മലയുടെ മുകളിലോട്ട് കയറിപ്പോയിട്ട് കൽപ്പനയും കൊണ്ട് വരാമെന്ന് പറഞ്ഞു പോയതാ. ഒരനക്കവും ആവിയില്ല. അതുകൊണ്ട് എന്തോ വേണം? ഞങ്ങൾക്കൊരു ദൈവം വേണം. ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്ലാമറുള്ള ദൈവത്തെ കിട്ടിയേക്കൊള്ളാം. ഈ യഹോവയായ ദൈവം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് എപ്പോഴും ആ ദൈവത്തെ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റണില്ല, കാണാൻ പറ്റുന്നില്ല, എങ്ങനെ ഇരിക്കുമെന്നറിയത്തില്ല. ഞങ്ങൾ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന, നമ്മുടെ മക്കളുടെ ഭാഷയെ പറഞ്ഞ കുറച്ചുകൂടെ ഗുമ്മുള്ള ഒരു ദൈവത്തെ വേണം, കുറച്ചുകൂടെ ഗ്ലാമറുള്ള ഒരു ദൈവത്തെ വേണം. അവരവൻ എന്തോ ചെയ്തു? പറ്റില്ല മക്കളെ, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞോ? അങ്ങനൊന്നും പറഞ്ഞില്ല.
എന്തോ പറഞ്ഞു? ഈ ജനത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് അഹരോൻ പറഞ്ഞു, പോയിട്ട് നിങ്ങളുടെ സ്ത്രീകളുടെ പൊൻകുണുക്കുകളെ എനിക്ക് കൊണ്ട് തരിക, അതുകൊണ്ട് ഞാൻ ശരിയാക്കി തരാം. അങ്ങനെ ഈ ഇസ്രായേലിലെ ജനങ്ങളെല്ലാം കൂടെ പോയി തന്റെ ഭാര്യമാരുടെയും പെൺകുട്ടികളുടെയും എല്ലാം പൊൻകുണുക്കുകൾ പറിച്ചു കൊണ്ടുവന്ന് ഈ അഹരോന്റെ കയ്യിൽ കൊടുത്തു. അഹരോനെ ഉളി കൊണ്ട് ഷേപ്പ് വരുത്തി തീയിലിട്ടു. തീയിൽ നിന്ന് പുറപ്പെട്ട് എന്തോ വന്നു? ഒരു ആട്ടിൻകുട്ടി വന്നല്ലേ? എന്താ? കാളക്കുട്ടി. ശരിയാണല്ലോ, കാളക്കുട്ടി വന്നു. അങ്ങനെ ഒരു കാളക്കുട്ടി പുറപ്പെട്ടു വന്നു. ആ കാളക്കുട്ടിയുടെ മുമ്പിൽ അവർ ആരാധിച്ചു, അവരതിനെ വന്ദിച്ചു, അതിനു മുമ്പിൽ ബലിപീഠങ്ങൾ പണിതു. ഇനി ഇതിനകത്തെ കൗതുകം വായിക്കണമെങ്കിൽ പുറമോട്ട് പോകണം. ഇവര് തീയിലോട്ടിട്ടത് എന്തുവാ? കാളക്കുട്ടിയായിട്ട് പുറത്തോട്ട് വന്നപ്പോൾ അങ്ങോട്ട് ഇട്ട സാധനം എന്തായിരുന്നു? സ്വർണം. ഇതെന്ത് സ്വർണമായിരുന്നു? അവിടുത്തെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പൊൻകുണുക്കുകൾ. ഈ പൊൻകുണുക്കുകൾ എവിടുന്ന് കിട്ടിയതാണ്? എവിടുന്ന് കിട്ടിയതാ? മിസ്രൈമിന്ന് കിട്ടിയതാ. മിസ്രൈമിന്ന് എങ്ങനെ കിട്ടിയതാ? ഇസ്രായേൽ ജനം മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ മിസ്രൈം ജനത ഹൃദയം തുറന്നു കൊടുത്ത എന്ന് പറഞ്ഞാൽ ദൈവം മിസ്രൈമിന്റെ ഹൃദയം തുറന്നു, അവരെല്ലാം കൊടുത്തു. അങ്ങനെയാണ്. അങ്ങനെ ഇസ്രായേൽ മിസ്രൈമിനെ കൊള്ളയിട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? സ്നേഹത്തോടെ കൊടുത്തല്ല. എന്നാൽ പോകുന്ന വഴിക്ക് നിങ്ങൾ പൊക്കോ, നിങ്ങൾ ഇത്ര നാളും ജോലി ചെയ്തതല്ലേ, ശമ്പള കുടിശ്ശികയും ബോണസോ അലവൻസ് എല്ലാം കൂടെ ചേർന്ന് ഓരോ ചെക്ക് പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തപ്പം പോരുന്ന വഴിക്ക് ലുലുമാൾ കയറി, അല്ല ജോയി ആലിക്കാസിൽ കയറി വാങ്ങിച്ച സ്വർണ്ണമല്ലിത്. മനസ്സിലായോ? ഇത് അവർ കൊടുത്ത സ്വർണ്ണമാണ്. ആരാ കൊടുപ്പിച്ചത്? യഹോവയായ ദൈവം. യഹോവയായ ദൈവം കൊടുപ്പിച്ച സ്വർണം ഇപ്പൊ എന്തായി മാറി? കാളക്കുട്ടിയായി മാറി. ദൈവം തമ്പുരാൻ കൊടുത്ത ദാനം ദൈവത്തിന് വിരുദ്ധമായ ഒരു വിഗ്രഹമായി മാറി. ഇതാ ഞാൻ പറഞ്ഞത്. ചരിത്രം അന്നും ഇന്നും ഒന്നാണ്. പള്ളിയിലെ ആരാധന പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും അവസാനമാകുന്നുണ്ടെങ്കിൽ അതിനു മുകളിൽ ഇരിക്കുന്നതെല്ലാം വിഗ്രഹങ്ങളാണ്. പറഞ്ഞു മനസ്സിലായോ? 10 കാര്യങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റിലുണ്ടെന്ന് വിചാരിക്കൂ. ആ 10ൽ പള്ളി ആരാധനയും പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും ഒക്കെ പ്രയോറിറ്റി ലിസ്റ്റിൽ 10ാമതാണെങ്കിൽ അതിനു മുകളിലുള്ള 9 കാര്യങ്ങളും വിഗ്രഹങ്ങളാണ്. ദൈവം തമ്പുരാൻ തന്ന ദാനത്തെ ദൈവത്തിന് വിരുദ്ധമായി ഉപയോഗിക്കുന്നു എന്നർത്ഥം. ആവട്ടെ, സങ്കീർത്തനങ്ങളിലെ ഏറ്റവും നന്നായി അറിയാവുന്നതും ആദ്യം പഠിച്ചതുമായ സങ്കീർത്തനം ഏതാ? 91. കറക്റ്റ്, ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ. 91 സങ്കീർത്തനം എന്തിനാ പഠിച്ചേ? 91 സങ്കീർത്തനമേ എന്തിനാ പഠിച്ചേ? നിങ്ങൾ മിണ്ടണില്ല. മർത്തോമാക്കാരൻ്റെ ബുദ്ധി പറഞ്ഞാൽ കുഴപ്പമാവോ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ടിരിക്കാമെന്ന് എനിക്കറിയാം. ആണ്ടത് കറക്റ്റ്. ഒരു മർമർ വന്നു. സത്യം അതാണ്, പേടി കിട്ടാണ്ടിരിക്കാൻ. രാത്രി കിടന്നിറങ്ങുന്ന വായിച്ചിട്ട് കിടക്കടാ 91 സങ്കീർത്തനം, അല്ലെ പറഞ്ഞേച്ച് കിടക്കടാ 91 സങ്കീർത്തനം എന്ന് പറയുന്നൊരു സാധനമല്ലേ അത്? 91 സങ്കീർത്തനം വായിക്കുന്നത് നല്ലതാണ്, അത് കാണാതെ പഠിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ തമ്പുരാന്റെ കാവൽ എപ്രകാരമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയും ആത്മീയതയിൽ നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. അല്ലാതെ അതൊരു മന്ത്രമൊന്നുമല്ല. വേദപുസ്തകം തലക്കീഴെ വെച്ച് കിടക്കുന്നവരുണ്ടോ? തലക്കീഴെ വെച്ചിട്ട് കിടക്കുന്ന പുള്ളികൾ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹതഭാഗ്യൻ. അങ്ങനെ തലക്കീഴെ വെച്ച് കിടക്കാനുള്ള സ്ഥാനമല്ല. കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ഉടനെ വേദപുസ്തകം കൊണ്ട് സൈഡിൽ വെക്കും. എന്തിനു വേണ്ടിയിട്ടാ? കണ്ണ് നട്ടായിരിക്കാൻ. എന്റെ പൊന്നു ദൈവമേ, അയ്യോ, കുഞ്ഞിന്റെ സൈഡിൽ കൊണ്ട് വെക്കേണ്ട സാധനമല്ല വേദപുസ്തകം. കുഞ്ഞിന്റെ ഹൃദയത്തിൽ കയറ്റി വെക്കേണ്ട സാധനമാണ് വേദപുസ്തകം. എൻ്റെ വല്യമ്മച്ചി ഉണ്ടല്ലോ, എനിക്കൊരു വല്യമ്മച്ചി ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൻ്റെ അമ്മ മേശപ്പുറത്ത് കയറ്റി നിർത്തി പറഞ്ഞ് പഠിപ്പിച്ച വാക്യങ്ങളാണ് കേട്ടോ ഞാനിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞാന്നാളിലെ പഠിപ്പിച്ച വാക്യങ്ങൾ എൻ്റെ വല്യമ്മച്ചി എൻ്റെ തലക്കീഴിലും വെച്ചില്ല, എൻ്റെ സൈഡിലും കൊണ്ടുവച്ചില്ല വേദപുസ്തകം. പകരം എൻ്റെ ഹൃദയത്തിലോട്ടൊരു വേദപുസ്തകം കയറ്റി വെച്ചതുകൊണ്ട് ദാ ഈ മധുബഹായുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു 50 വാക്യം പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. അത് അഹങ്കാരമല്ല, എൻ്റെ വല്യമ്മച്ചിയിലൂടെ ദൈവം തമ്പുരാൻ പ്രവർത്തിച്ചതാണ്. ഹല്ലേലൂയ. ഹൃദയത്തിലോട്ട് കയറ്റി വെക്കണം വേദപുസ്തകം. അത് വിഗ്രഹമല്ല, എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുകയും എൻ്റെ ജീവിതത്തെ നയിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ഉപകരണമാണത്. ഹല്ലേലൂയ. ഞാനേ ഒരിക്കലേ ഒരു സ്ഥലത്ത് കൺവെൻഷന് പോയിട്ടോ. അങ്ങനെ കൺവെൻഷനൊക്കെ കഴിഞ്ഞിട്ട്, കൺവെൻഷൻ കഴിഞ്ഞാൽ അടുത്ത പണി എന്താ? ഈ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ കൺവെൻഷൻ കഴിഞ്ഞാൽ ഒരു പരിപാടിയുണ്ട്, അത് കഴിഞ്ഞിട്ടാ പോളൂ. എന്താ കൺവെൻഷൻ കഴിഞ്ഞാൽ പരിപാടി? അതന്നെ, ഫുഡ് അടിക്കും. അല്ല തന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് അവിടെ പോയിട്ട് ഞാൻ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ എന്നെ അച്ഛനാ അച്ഛനെന്ന് ചോദിക്കും. ചുമ്മാ കേട്ടോ, ഞാൻ വെറുതെ പറയണതാ.
ഓ ഇതെല്ലാം ലൈവാണല്ലേ. ആവട്ടെ, എൻ്റെ അടിയിൽ ഇനി കമൻറ്റ് വരുമായിരിക്കും, അച്ഛൻ ഫുഡിന് വേണ്ടി കൺവെൻഷനായെന്നൊക്കെ. അങ്ങനത്തെ കാലമാണ്, പേടിയാണ്. ആവട്ടെ, ഞാനപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കയറി. എൻ്റെ കൂടെ അവിടുത്തെ അച്ഛനുമുണ്ട്. ഞങ്ങളോട് ഈ വീട്ടിൽ ചെന്നപ്പോൾ കാലക്കേടിന് ഞാൻ വേദപുസ്തകം വണ്ടിയിൽ വെച്ചിട്ട് വേദപുസ്തകം ഇല്ലാതെയാണ് വീട്ടിൽ ചെന്ന് കയറിയത്. വീട്ടിൽ ചെന്ന് കയറി കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമുക്ക് വേദപുസ്തകം വായിച്ച് ഒരു ഭാഗം വായിച്ചിട്ട് പ്രാർത്ഥിക്കാമെന്ന് തോന്നി. ഞാൻ പറഞ്ഞു, അമ്മാമേ വേദപുസ്തകം എടുക്ക്, നമുക്കൊരു ഭാഗം വായിച്ചിട്ട് പ്രാർത്ഥിക്കാം. അയ്യോ, വേദപുസ്തകം എടുക്കാൻ പറഞ്ഞപ്പോൾ അമ്മാമ്മ അച്ചാനെ നോക്കി, അച്ചായൻ പിള്ളേരെ നോക്കി, അച്ചാനും പിള്ളേരും അമ്മാമയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, വേദപുസ്തകം വരുന്നില്ല. ഞാൻ സംശയിക്കുന്നത്, തമ്പുരാൻ കർത്താവേ, മാർത്തോമാക്കാരൻ്റെ വീട്ടിൽ വേദപുസ്തകം ഇല്ലയോ? നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു 50 വേദപുസ്തകം കുറഞ്ഞതുണ്ടാവും അല്ലേ? ആ വീട്ടിലും വേദപുസ്തകമുണ്ട്. എനിക്കൊരു കാര്യവും മനസ്സിലാവുന്നില്ല. ഒരു പക്ഷെ നല്ല വേദപുസ്തകം ഉണ്ടല്ലോ, അച്ഛനൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കാൻ നല്ല വേദപുസ്തകം, അത് തപ്പുന്നതായിരിക്കും. ഏതായാലും തപ്പി അവസാനം യുറേക്ക കണ്ടുപിടിച്ചു. എന്താണ്? അമ്മാമ്മ ഒരു വേദപുസ്തകം എടുക്കുന്നത്. എവിടെ അറിയാമോ? അവിടെ ഒരു ഷോക്കേസ്, കുറേയേറെ ട്രോഫികളുണ്ട്. അതിലധികം അവർ വാങ്ങിച്ചു വെച്ചാന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. അതിനകത്ത് ഈ സാധനം വെച്ചിട്ടുണ്ട്. ഷോക്കേസിൽ നിന്ന് ഈ വേദപുസ്തകം എടുത്തിട്ട് എൻ്റെ മുമ്പിലോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഒരൊറ്റ അടി, ടപ്പേ. എന്തിനാ അടിച്ചേ? അത് ബോംബ് പൊട്ടുന്നത് പോലെ അങ്ങ് പൊട്ടിയെന്നേ വേദപുസ്തകേ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ പൊടി എനിക്ക് വലിയ അലർജിയാണ്. ഈ ബോംബ് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ തുമ്മലും ആരംഭിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അമ്മാമ തന്നെ എടുത്തങ്ങ് വായിച്ചോ 34-ാം സങ്കീർത്തനം. അമ്മാമ എടുത്ത് ഇങ്ങോട്ട് തിരിക്കുമ്പം അത് എഹസ്കേലിൽ പോവും, ഇങ്ങോട്ട് വിളിക്കുമ്പം അത് വെളിപാടി പോവും, പിന്നെയും കഷ്ടപ്പെടുത്തി ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അത് പുറപ്പാടി പോവും, പിന്നെ തിരിച്ചു പിടിക്കുമ്പോൾ അത് എഹസ്കേലിൽ പിന്നെയും പോവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് എന്ത് വരുന്നില്ല? സങ്കീർത്തനം 34 വരുന്നില്ല. കാരണം എന്താ? ഇതെല്ലാം കൂടെ ഒട്ടിയിരിക്കുക. ഞാൻ പറയാം, എൻ്റെ പൊന്നമ്മാമ ഇങ്ങോട്ട് തന്നാട്ടെ, ഞാൻ തുറന്നോളാം. ഞാനിത് വാങ്ങിച്ചിട്ട് ഞാനും ശ്രമിക്കുക. 34-ാം സങ്കീർത്തനം വരണില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കുക. എന്താ കാര്യം? ഒട്ടിയിരിക്കുക. അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ച് ഇത് അടച്ചിട്ട് പ്രാർത്ഥന എടുത്ത്, എൻ്റെ പൊന്നു തമ്പുരാനെ എങ്ങനെയാണ് 34-ാം സങ്കീർത്തനം ഒന്ന് എത്തിച്ചേരണേ, അല്ലെങ്കിൽ ഇവർ വിചാരിക്കില്ല എനിക്ക് എടുക്കാനും അറിയത്തില്ല എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സാധനം തുറന്നു. എങ്ങനെ തുറന്നു? ഇങ്ങനെ അങ്ങ് തുറന്നു. നമ്മളങ്ങനെ അങ്ങ് വെറുതെ തുറക്കുക. അങ്ങനെ തുറന്ന ഉടനെ പെട്ടെന്ന് വേദപുസ്തകം തുറന്നു. അങ്ങനെ പെട്ടെന്ന് വേദപുസ്തകം തുറക്കാനുള്ള കാരണം എന്താ? വേദപുസ്തകത്തിനകത്ത് എന്തെങ്കിലും വെച്ചിരുന്നാൽ ശരിയല്ലേ? അതിനകത്ത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം പെട്ടെന്ന് തുറക്കും എന്ന് പറഞ്ഞതുപോലെ ഇത് തുറന്നാണ്. തുറന്നപ്പോൾ എനിക്കൊരു കൗതുകം. ഞാൻ ഒരു കാര്യവും ഇല്ലാത്ത കാര്യമാണ്, ഒരു ചോദ്യവും ചോദിക്കേണ്ട കാര്യമില്ല, വായിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ പോകേണ്ട ഞാൻ ഒരു കാര്യവും ഇല്ലാതെ അതിനകത്ത് ശ്രദ്ധിച്ചപ്പോൾ എന്താണെന്നറിയാമോ? അവിടെ ഒരു നൂല് പലതായി മടക്കി വെച്ചിരിക്കുന്നു ഇതിനകത്ത്. മനസ്സിലായോ? ഈ നൂല് കണ്ടപ്പോൾ എനിക്ക് നല്ല പരിചയമുള്ള നൂലാണ്. എനിക്ക് ഈ നൂല് പരിചയമുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞ വെറുതെ ഒരു വല്ല കാര്യമുണ്ടോയെന്ന് ഓർത്തോണം ഈ വഴിക്കൊക്കെ പോകണ്ടേ. ഞാൻ ഇത് ചോദിച്ചു അമ്മാമ്മയോട്, അമ്മാമ്മേ ഇതെന്താ ഇതിനകത്ത് വെച്ചേക്കുന്നത്, ഇതെന്താ സംഭവം? ഉടനെ പറഞ്ഞു, അച്ഛന് മനസ്സിലായില്ലയോ? ഞാൻ പറഞ്ഞു, എനിക്ക് സംശയമുണ്ട്, മനസ്സിലായി, എന്നാലും ഒന്ന് കൺഫേം ചെയ്യുക, എന്തുവാ സംഭവം? പറഞ്ഞു, അച്ഛോ അത് മിന്നിൻ്റെ നൂല. മിന്നിൻ്റെ നൂല. ഇത് വേദപുസ്തകത്തിൽ വെച്ചേക്കുവാ. ഈ ബൈബിള് കല്യാണത്തിന് കൊടുത്ത ബൈബിളാണ്. അന്ന് പ്രസന്റേഷൻ കിട്ടിയ ബൈബിള്, അച്ഛന്മാർ കൊടുത്ത ബൈബിള്, തുറന്ന് എല്ലാ ദിവസവും വായിക്കണേ മക്കളെ എന്ന് പറഞ്ഞപ്പോൾ കൊടുത്ത സാധനമാണ്. അന്നുകൊണ്ട് ഷോക്കേസിൽ കയറ്റി വെച്ചതാ. പിന്നെ ജീവിതം തൊട്ടിട്ടില്ല. ഇപ്പം മക്കളും കൊച്ചുമക്കളാകാൻ പോവുക. ഇതുവരെ അതിനകത്ത്. അതുകൊണ്ടാണ് ഇത് ബോംബ് പൊട്ടിയ പോലെ പൊട്ടിയത്. മനസ്സിലായോ? തുറന്നു, നൂല് ഞാൻ കണ്ടു, മിന്നിൻ്റെ നൂല് എല്ലാം. എൻ്റെ ഭാര്യ ഇത് കഴിഞ്ഞിട്ട് രാത്രി ഇരുന്നിട്ട് ഇത് മന്ത്രകോടിയിൽ ഇങ്ങനെ തിരിച്ചു പിടിപ്പിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്കതാണ് പരിചയം. ഈ നൂലേ നിങ്ങളങ്ങനാണോ ചെയ്തേ? എന്നാൽ എങ്ങനെയാണെന്ന് ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കട്ടെ, നിങ്ങൾ മിണ്ടണില്ലല്ലോ. അതിപ്പോൾ ആലോചിക്കുക, ദൈവമേ ആ നൂല് എവിടെ പോയെന്ന് ഇപ്പോൾ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പോൾ ശരിയാണല്ലോ, അങ്ങനെ ഒരു നൂലുണ്ടായിരുന്നല്ലോ. ആവട്ടെ. അപ്പം ഞാനിത് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നമ്മാമ ഈ നൂലെന്തിനാ മടക്കി ഇതിനകത്ത് വെച്ചേക്കുന്നേ? അപ്പം പറഞ്ഞു, അച്ഛൻ കണ്ടില്ലയോ? ഞാൻ പറഞ്ഞു, കണ്ടില്ല. ഞാൻ അച്ഛൻ ശ്രദ്ധിച്ചു നോക്കച്ചാ, അവിടെ മഞ്ഞ ഹൈലൈറ്റർ കൊണ്ട് ഞാനിങ്ങനെ വരച്ചിട്ടുണ്ട് ഒരു വാക്യം. ശരിയാ, ഒരു വാക്യം വരച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ നോക്കി, ശരിയാണ്, അടിപൊളി ഒരു വാക്യമാണ്. അപ്പം പറഞ്ഞു, അപ്പം അതെന്തിനാ? പിന്നെ അമ്മ പറഞ്ഞു, അച്ഛാ ആ വാക്യം ഉള്ളിടത്ത് ഈ നൂല് വെച്ചാൽ ദീർഘസുമംഗലി ഭവ, ദീർഘകാലം സുമംഗലിയായി ഇരിക്കാം. നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായോ ഈ വാക്യം ഏതാണ്? പറഞ്ഞു തരട്ടെ? പറയട്ടോ? പറയുന്നില്ല. അച്ഛാ പറയച്ചാ, ഇന്ന് തന്നെ പോയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള കാര്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പറയുന്നില്ല. അങ്ങനെ നൂല് വെക്കാനുള്ള സാധനമല്ല വേദപുസ്തകം. ദൈവത്തിന്റെ ഉപകരണങ്ങളെ ദൈവത്തിന് വിരുദ്ധമായി ഉപയോഗിക്കരുത്. ഈ തോട്ടിന്റെ കരയിൽ അങ്ങനെ ഒരു പരീക്ഷണത്തിന്റെ സാധ്യതയുണ്ട്. കാക്ക ദൈവമാകാം, ഈ തോട്ടിൻകര ദൈവമാകാം, അവൻ നടക്കുന്ന വഴി ദൈവമാകാം. ഏലിയാവ് അതിന് പോയില്ല കേട്ടോ.
ഹല്ലേലൂയ. പകരം മറ്റൊരു മനുഷ്യൻ ഓർമ്മയായി, ഉപമയായി, ഉദാഹരണമായി നമ്മുടെ മനസ്സിലേക്ക് വരണം. ഒരു മനുഷ്യനുണ്ട്, ഹല്ലേലൂയ. ഇയ്യോബ് എന്നാണ് അവന്റെ പേര്. ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 24, 25, 26 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ തൊക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. ആര് പറഞ്ഞതാ? ഇയ്യോബ് പറഞ്ഞതാ. എപ്പോ പറഞ്ഞതാ? ചാരത്തിലിരുന്ന് പറഞ്ഞതാ. ഒട്ടകങ്ങളുണ്ടായി നഷ്ടപ്പെട്ടു പോയി, ആടുകളുണ്ടായി നഷ്ടപ്പെട്ടു പോയി, തോട്ടങ്ങളുണ്ടായി നഷ്ടപ്പെട്ടു പോയി, മക്കളുണ്ടായിരുന്നു നഷ്ടപ്പെട്ടു പോയി, പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ സ്വന്തം ശരീരം വരെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഹല്ലേലൂയ, ഒരു ചാരത്തിന്റെ കൂമ്പാരങ്ങൾക്കിടയിൽ ഇരുന്നുകൊണ്ട് ഒരു ഓട്ടൻ കഷ്ണമെടുത്ത് ശരീരം ഒരുമപ്പെട്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ ആ ചാരത്തിന്റെ ഇടയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞതാണ്: എന്റെ കണ്ണ് എന്റെ തമ്പുരാനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. സകലതും വറ്റിപ്പോയാലും, സകലതും നഷ്ടപ്പെട്ടു പോയാലും, സകലതും ഇല്ലായ്മ ചെയ്തു പോയാലും, ഹല്ലേലൂയ, ഏത് നിമിഷവും എന്റെ തമ്പുരാന്റെ മുഖം കാണാൻ എനിക്ക് പറ്റുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവരെയാണ് ദൈവവൈതലെന്ന് വിളിക്കുക. ഹല്ലേലൂയ. ഈ തോട്ടിന്റെ കരയിൽ നിനക്ക് പരിശോധനയുണ്ട്, മറക്കരുത്. പക്ഷേ നിന്റെ പരിശോധനയിൽ വീണ് തകർന്നുടഞ്ഞു പോകാതെ നിന്നെ സൂക്ഷിക്കാൻ അവിടെയും ഈ ദൈവത്തിന് പറ്റും. അതറിയാവുന്നത് കൊണ്ടാണ് ദാവീദ് 34-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങളിൽ പറഞ്ഞത്: അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഏലിയാവിന്റെ മുഖവും ലജ്ജിച്ചു പോയില്ല. ഏലിയാവിന്റെ മുഖവും ലജ്ജിച്ചു പോയില്ല. പിന്നെന്ത് സംഭവിച്ചു? പിന്നെന്താണ് സംഭവിച്ചത്? അതിന്റെ അടുത്ത വാക്യം വായിക്കാം നമുക്ക്. 9-ാമത്തെ വാക്യം: നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സറഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെ ഒരു വിധവയെ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ദിസ് ഈസ് ദ സ്ട്രീം ഓഫ് കമ്മീഷൻ. ദിസ് ഈസ് ദ സ്ട്രീം ഓഫ് കെയർ, ടെസ്റ്റ്, ദ ലാസ്റ്റ് വൺ. ദിസ് ഈസ് ദ സ്ട്രീം ഓഫ് കമ്മീഷൻ. ഇത് നിയോഗത്തിൻ്റെയും തോട്ടിൻകരയാണ്. ഇനി നീ ഇവിടെ ഇരിക്കേണ്ടതില്ല. നീ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകണം. ഇവിടെ ഇരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. കാക്കയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. കിരീത്തിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ അല്ല നീ ഇരിക്കേണ്ടത്. നീ ഇരിക്കാൻ മറ്റൊരു സ്ഥലമുണ്ട്. കാക്കയെ കൊണ്ട് നിന്നെ സംരക്ഷിപ്പിച്ചതുപോലെ വേറൊരു സ്ഥലത്ത് ഒരു വിധവയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിന്റെ ക്രമമനുസരിച്ച് വിധവയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവൾ തന്നെ പ്രതിസന്ധിയിലായിരിക്കും എല്ലാ കാലത്തും. എന്നാൽ അങ്ങനെ പ്രതിസന്ധിയിലുള്ള ഒരുവളെ കൊണ്ട് നിന്നെ സംരക്ഷിക്കാൻ എനിക്ക് പറ്റും. കാരണം ഈ രണ്ട് പ്രതിസന്ധിയും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് തമ്പുരാൻ കർത്താവ് പറയുന്ന ഇടമാണിത്. നിന്റെ ബലം കൊണ്ടല്ല, എന്റെ കൃപ കൊണ്ട് നീ അവിടെ പോയി ഈ നിയോഗ ശുശ്രൂഷ ചെയ്യണം. പറഞ്ഞയക്കുകയാണ്. എവിടുന്ന് എങ്ങോട്ടാണ്? കരുതലിന്റെ തോട്ടിൻകരയിൽ നിന്ന്, പരിശോധനയുടെ തോട്ടിൻകരയിൽ നിന്ന് ഇനി നിയോഗത്തിന്റെ തോട്ടിൻകരയിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയോഗത്തിന്റെ പുതിയൊരു തോട്ടിൻകരയിലേക്ക് ആ മനുഷ്യൻ പ്രവേശിക്കുകയാണ്. ദൈവം തമ്പുരാൻ നിയോഗത്തെ കുറിച്ച് വേദപുസ്തകം നല്ല ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. തമ്പുരാൻ കർത്താവായ യേശു തമ്പുരാൻ ഹല്ലേലൂയ നിയോഗത്തെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ എന്താണ് നിയോഗം, എവിടെയാണ് നിയോഗം എന്ന് പറയുന്നുണ്ട്. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? All the authority has been given to me. എല്ലാ അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് ആരംഭിക്കുന്നത്? 18-ാമത്തെ വാക്യത്തിൽ എല്ലാ അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം പറയുന്നു എന്താണ്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് അല്ലേ ശിഷ്യന്മാരാക്കി അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ഏറ്റവും അവസാനം പറയാണ്, ഞാനോ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. I am always with you. എന്താണ് നിയോഗം? രണ്ട് പൊന്നക്ഷത്രങ്ങൾക്കിടയിലാണ് നിയോഗം. എന്താണ് ആ രണ്ട് പൊന്നക്ഷത്രങ്ങൾ? ഒന്ന്, ദൈവത്തിന്റെ അധികാരം. എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ അധികാരത്തിന്റെ തുടർച്ചയാണ് നിന്റെ നിയോഗം. ഏറ്റവും അവസാനം പറയാണ്, ഞാൻ എല്ലാ കാലത്തും നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
നമ്മുടെ നിയോഗം എന്ന് പറയുന്നത് അവന്റെ അധികാരത്തിന്റെ കീഴിലും അവന്റെ സാന്നിധ്യത്തിന്റെ മധ്യത്തിലുമാണ്. ഹല്ലേലൂയ. എന്നെ തമ്പുരാൻ അയക്കുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ അയക്കുകയല്ലേ, എന്റെ ജീവിതത്തെ സംരക്ഷിച്ചു പിടിക്കാൻ കഴിവുള്ളവനായി എന്നെ അയക്കുകയാണ്. ഹല്ലേലൂയ. ഈ കരുതലിനെ കുറിച്ച്, ഈ നിയോഗത്തെ കുറിച്ച് നല്ലതുപോലെ അറിയാവുന്ന ഒരു മനുഷ്യനുണ്ട്. യേശു കർത്താവിന്റെ ശിഷ്യനായി അവൻ ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, 1 പത്രോസ് 5:7. അവൻ പറഞ്ഞു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. ജീവിതത്തിന്റെ അനുഗ്രഹത്തെക്കുറിച്ച്, കരുതുന്ന ദൈവത്തിന്റെ കൃപയെക്കുറിച്ച്, നിയോഗത്തിന്റെ വഴികളിൽ തള്ളിവിടാത്ത അല്ലെങ്കിൽ ഉപേക്ഷിച്ചു കളയാത്ത ഒരു ദൈവത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് ഈ പത്രോസ് പറഞ്ഞതാണ് അവങ്കൽ ഏൽപ്പിച്ചുകൊള്ളുക എന്നുള്ളത്. ഹല്ലേലൂയ. കാലങ്ങൾക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 3-ാം അധ്യായം വായിച്ചാൽ അവിടെ 6-7 വാക്യങ്ങളിലേക്ക് വന്നാൽ അവിടെ ഒരു മനുഷ്യനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ ഭാഗം വീട്ടിൽ പോയിട്ടൊന്ന് വായിക്കണേ. വായിക്കോ? നമ്മൾ ഇന്ന് പറഞ്ഞ വാക്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കോ? കുറിവാക്യെങ്കിലും ഇന്ന് വീട്ടിൽ പോയിട്ട് വായിക്കോ? 1 രാജാക്കന്മാർ 17 വായിക്കോ? ദൈവമേ, വായിക്കാത്ത എല്ലാത്തിൻ്റെ ഉറക്കം ഇന്ന് രാത്രി പോണേ. പോരെ? ശരി, വായിക്കണം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത്, ഈ പത്രോസ് പറഞ്ഞു. പിന്നീട് പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 3-ാം അധ്യായത്തിൽ. അവിടെ ഒരു മനുഷ്യനുണ്ട്, പുറവിയിലെ മുടന്തനായി പോയ ഒരു മനുഷ്യൻ. അവനെ കൊണ്ടുവന്ന് ഇരുത്തുമാറുണ്ട്. എവിടെ ഇരുത്തുമാറുണ്ട്? സുന്ദരം എന്ന ഗോപുരത്തിന്റെ കീഴിൽ. ഒന്ന് ശ്രദ്ധിച്ചു പറഞ്ഞേ, ഏത് ഗോപുരം? പേരെന്താ? സുന്ദരം. സുന്ദരം എന്ന ഗോപുരത്തിന്റെ കീഴിലിരിക്കുന്ന മനുഷ്യന്റെ ജീവിതമോ സുന്ദരമാണോ? സുന്ദരമാണോ? അല്ല. സുന്ദരം എന്ന് പറയുന്ന ഗോപുരത്തിന്റെ കീഴിലിരിക്കുന്നവന്റെ ജീവിതം സുന്ദരമല്ല. ആ മനുഷ്യനെ നമ്മൾ കാണണം, പിടിച്ചിവിടെ കൊണ്ടുവന്ന് നിർത്തണം. എന്നിട്ട് അവനോട് ചോദിക്കണം, മോനെ, അവന്റെ പേരൊന്നും അറിയില്ല, മോനെ നീ ഒന്ന് പറഞ്ഞേ, ജീവിതത്തിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പറയും, ജീവിതത്തിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ സുന്ദരം എന്ന് പറയുന്ന ഗോപുരത്തിന്റെ കീഴിൽ എന്റെ സുന്ദരമല്ലാത്ത ശബ്ദം കൊണ്ട് യാചിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ യാചിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് ചില മനുഷ്യരൊക്കെ നാണയത്തുട്ടുകൾ എറിഞ്ഞു തരും. ഞാൻ വൈകുന്നേരമാകുമ്പോൾ ഈ നാണയത്തുട്ടുകളൊക്കെ എണ്ണി നോക്കുമ്പോൾ അത് നല്ല തുകയുണ്ടെങ്കിൽ ആ തുകയുടെ പേരാണ് അനുഗ്രഹം. ശരിയല്ലേ? അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ അനുഗ്രഹം എന്ന് പറയുന്നത് ആ നാണയത്തുട്ടുകളുടെ വിലയാണ്. ഈ അനുഗ്രഹം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് 2 മനുഷ്യർ വന്നപ്പോൾ അവൻ കൈ നീട്ടിയത്. ആ നടന്നു വന്ന 2 മനുഷ്യർ നമ്മൾ മുമ്പേ പറഞ്ഞ മനുഷ്യരിൽ ഒരാളുണ്ട്. ആരാണ്? പത്രോസും യോഹന്നാനും. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും വന്ന് അങ്ങനെ നിൽക്കുമ്പോൾ ചോദിച്ചു, എന്തെങ്കിലും തരാനുണ്ടോ? അവര് പറഞ്ഞു, മോനെ, നീ പ്രതീക്ഷിക്കുന്ന അനുഗ്രഹം ഞങ്ങളുടെ കയ്യിൽ ഇല്ല. ഞങ്ങളുടെ കയ്യിൽ പൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയുമില്ല, ഞങ്ങളുടെ കയ്യിൽ നാണയവുമില്ല. പക്ഷെ ഒരു സംഗതിയുണ്ട്, ഞങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞ് ഈ ലോകത്തിലേക്ക് കരുതലിന്റെ കരുത്തുമായി അയച്ച ഒരുവന്റെ കൈയുണ്ട്. ഞങ്ങളെ പിടിച്ചൊരു കൈയുണ്ട്, മനുഷ്യരെ പിടിക്കുമെന്ന് പറഞ്ഞൊരു കൈയുണ്ട്, കരുതലിന്റെ ഒരു കൈയുണ്ട്, കൃപയുടെ ഒരു കൈയുണ്ട്, കരുണയുടെ ഒരു കൈയുണ്ട്, സൗഖ്യത്തിന്റെ ഒരു കൈയുണ്ട്. ഹല്ലേലൂയ. ഉയർപ്പിക്കുന്ന ഒരു കൈയുണ്ട്, കാഴ്ച കൊടുക്കുന്ന ഒരു കൈയുണ്ട്, നടത്തുന്ന ഒരു കൈയുണ്ട്. ആ കൈയുടെ മേലെ നസറേയനായ യേശുവെന്നാണ്. ഹല്ലേലൂയ. ആ കൈയുടെ നാമത്തിൽ ആ കൈ കൊണ്ട് പിടിച്ച് നീ എഴുന്നേൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റു. അവനെ കുറിച്ച് പറയുന്നത്, അവൻ ഉടനെ ചാടി ഓടി അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയവരോട് താങ്ക്സ് പറയാൻ പോയി എന്നല്ല, വീട്ടിൽ ചെന്ന് എനിക്ക് സൗഖ്യമായി എന്ന് പറയാനല്ല, കൂട്ടുകാരോട് ഞാൻ എഴുന്നേറ്റ് നടന്നു പറയാനല്ല. അവനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ ചാടിയും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയും കൊണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ്. അവൻ ആരാധനയിലേക്ക് പ്രവേശിച്ചു. ഈ കാലം അത്രയും സുന്ദരമെന്ന് പറയുന്ന ഗോപുരത്തിന്റെ കീഴിൽ സുന്ദരമല്ലാത്ത ജീവിതവുമായിരുന്നവന്റെ ജീവിതം ഇന്ന് സുന്ദരമായി മാറി. എങ്ങനെയാണെന്നറിയാമോ? നസ്രനായ തമ്പുരാൻ അവന്റെ കൈ പിടിച്ചതുകൊണ്ടാണ്. ഹല്ലേലൂയ. അവൻ ദേവാലയത്തിലേക്ക് കയറിയപ്പോൾ ഗോപുരത്തിന്റെ പേരും അവന്റെ ജീവിതത്തിന്റെ പേരും ഒന്നായി മാറി. എന്ത് സുന്ദരം! ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അവനെ വിളിക്കണം. സുന്ദരമായ ജീവിതമുള്ള മനുഷ്യനെ നീ വരിക എന്ന് പറഞ്ഞ് അവനെ വിളിച്ചു വീട് നിർത്തണം. ഇനി അവനോട് ചോദിക്കണം, എന്താണ് അനുഗ്രഹം? അവൻ പറയും, സുന്ദരമെന്ന് പറയുന്ന ഗോപുരത്തിന്റെ കീഴിൽ സുന്ദരമല്ലാത്ത ജീവിതങ്ങളുമായി ഞാൻ ഇരിക്കുമ്പോൾ
എൻ്റെ ജീവിതത്തിൻ്റെ ഇരുണ്ട ഇടങ്ങളിലേക്ക് ഇറങ്ങി വന്ന് എന്നെ കൈപിടിച്ച ഒരുവനുണ്ട്. 2 ഉപകരണങ്ങൾ എന്നെ വന്ന് അത് പരിചയപ്പെടുത്തി. ഹല്ലേലൂയ. അവരെന്നോട് പറഞ്ഞു, മനുഷ്യരെ പിടിക്കുന്ന ഒരു കൈയുണ്ട്, എൻ്റെ നരിയാണികൾ ഉറപ്പിക്കുന്ന ഒരു കൈയുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ ഞാൻ പിടിച്ചൊരു കൈയുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ പേര് നസ്രയനായ യേശു എന്നാണ്. അവൻ എൻ്റെ കൈകളിൽ തൊട്ടപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റത്തിൻ്റെ പേരാണ് അനുഗ്രഹം. എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റത്തിൻ്റെ പേരാണ് അനുഗ്രഹം. ഹല്ലേലൂയ. This is the test. This is the stream of care. This is the stream of test. This is the stream of commission. നിയോഗിച്ചയക്കുകയാണ്. യേശു ഒരപ്പമെടുത്തു, അവനത് ആകാശത്തേക്ക് ഉയർത്തി ചങ്കോട് ചേർത്ത് പിടിച്ചു. ശ്രദ്ധിച്ചു കേട്ടോണം. യേശു കയ്യിലപ്പമെടുത്തു, അപ്പത്തിന് വലിയ സന്തോഷം. യേശു അപ്പം കരങ്ങളിൽ ഉയർത്തി, അപ്പത്തിന് മഹാസന്തോഷം. യേശു അപ്പം ചങ്കോട് ചേർത്ത് പിടിച്ച് സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി പ്രാർത്ഥിച്ചു, അപ്പത്തിന് വലിയ സന്തോഷം. സംഭവിച്ചോ? യെസ്. ഇനി ഒരിക്കൽ കൂടെ പറയാം, ശ്രദ്ധിച്ച് ഉത്തരം പറയണം. യേശു ഒരപ്പമെടുത്തു, അപ്പത്തിന് വലിയ സന്തോഷം. യേശു അപ്പമെടുത്തുയർത്തി, അപ്പത്തിന് മഹാസന്തോഷം. യേശു അപ്പമെടുത്ത് ചങ്കോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു, അപ്പത്തിന് വലിയ സന്തോഷം. ഇനി എന്താണ്? അപ്പം നുറുക്കും. എന്തിനു വേണ്ടി? എല്ലാവർക്കും വേണ്ടി. ഇതാണ് കമ്മീഷൻ. എല്ലാവർക്കും വേണ്ടി. എന്നെയും നിങ്ങളെയും കർത്താവൻ കയ്യിലെടുക്കും. സന്തോഷിക്കണം. എന്നെയും നിങ്ങളെയും അവൻ കൈകളിൽ ഉയർത്തും. നാം സന്തോഷിക്കണം. അവൻ ചങ്കോട് ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ പറയണം. ഇനി നുറുക്കും. എല്ലാവർക്കുമായി ഞാനും നിങ്ങളും 2026 സാക്ഷികളാകാൻ കമ്മീഷൻ അയക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.